مقرنين وإنا إلى ربنا لمنقلبون بسم الله توكلت على الله ولا حول ولا قوة إلا بالله العلي العظيم اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى കുറിച്ച് ചോദിക്കോളി. താമസിച്ചിരുന്ന വീടുകളാണ്, ആ രീതിയിലുള്ള വീടുകളായിരുന്നു. കണ്ടില്ലേ അടുത്ത ഭാഗത്ത് ഈ പഴയ വീടുകളെ മദീനക്കാർ ആദ്യം താമസിച്ചിരുന്ന വീടുകളായിരുന്നു അത് കേട്ടോ. ഇങ്ങനെ ഒരുപാട് ചരിത്ര സ്ഥലങ്ങളാണ് നമ്മൾ സന്ദർശിക്കാൻ പോകുന്നത്. നമ്മുടെ കൂടെ അബു യാസീൻ നമ്മൾ ഈ യാത്രക്ക് നേതൃത്വം വഹിക്കുന്നുണ്ട്. മദീനക്കാർ താമസിച്ചിരുന്ന ആദ്യകാലത്ത് താമസിച്ചിരുന്ന വീടുകളാണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ. ഇവിടുത്തെ ഗവർണറുടെ ഓഫീസാണ്, മദീന ഗവർണറുടെ ഓഫീസാണ് ഈ കാണുന്നത് കേട്ടോ. ഗവർണർ ഓഫീസേ ഇത് കാണുന്നത്. ഒരു കുബ്ബ കാണും, അതാണ് മസ്ജിദ് ദുന്നൂറൈൻ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ പേരിലുള്ള പള്ളിയാണ് ഈ കാണുന്നത്. മസ്ജിദ് ദുന്നൂറൈൻ അല്ലേ? വലതുഭാഗത്തൊരു പള്ളി, ഇതാണ് മസ്ജിദുൽ ബിലാൽ റളിയല്ലാഹുവിന്റെ പേരിലുള്ള പള്ളിയാണ്. ഇനി നമ്മൾ പോകുന്നത് സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ തോട്ടത്തിലേക്കാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വലിയ മുഅ്ജിസത്ത് നടന്ന ഒരു മണ്ണിലേക്ക്. സൽമാൻ അൽ ഫാരിസി ആയിരുന്നു അവരുടെ കുടുംബം. അങ്ങനെ അദ്ദേഹം ഒരു ക്രിസ്ത്യൻ പള്ളിയിലെ പ്രാർത്ഥനാ രീതികൾ കണ്ട് ഇഷ്ടപ്പെട്ട് ക്രിസ്ത്യാനിയായതിനു ശേഷം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഏറ്റവും നല്ല ക്രിസ്തീയ പണ്ഡിതന്മാരുടെ അടുത്ത് പോകും. അവർക്ക് ഖിദ്മത്ത് എടുക്കും, അവരിൽ നിന്ന് ക്രിസ്ത്യാനിറ്റിയെ കുറിച്ച് പഠിക്കും. സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ നാള് ജീവിച്ച മഹാനാണ് സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു. 200 വർഷത്തോളം ജീവിച്ച മഹാൻ. അപ്പോൾ ഒരു ക്രിസ്തീയ പണ്ഡിതൻ മരണപ്പെടാനാകുമ്പം അദ്ദേഹത്തോട് ചോദിക്കും, ഇനി നിങ്ങളെക്കാൾ നല്ല ആരാണുള്ളത് എന്ന്. അപ്പൊ അദ്ദേഹം വേറൊരു പണ്ഡിതനെ പറഞ്ഞു കൊടുക്കും. അത് ചിലപ്പോൾ ഇറാഖിലായിരിക്കും, ചിലപ്പോൾ ഇറാനിലായിരിക്കും. അങ്ങനെ ഓരോ രാജ്യങ്ങളിലേക്കും അദ്ദേഹം പോയി. അവസാനം അദ്ദേഹം എത്തുന്നത് തുർക്കിയിലാണ്. തുർക്കിയിലെ പണ്ഡിതൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇനി നമ്മുടെ മതത്തിൽ നല്ല ആരും വരാനില്ല, ഇനി വരാനുള്ളത് ഒരു അന്ത്യപ്രവാചകനാണ്. അന്ത്യപ്രവാചകൻ വരുന്നത് അറേബ്യയിലാണ്. ആ അന്ത്യപ്രവാചകനെ തിരിച്ചറിയാൻ 3 അടയാളങ്ങൾ പറഞ്ഞു കൊടുത്തു. നിങ്ങൾ ഹദിയ കൊടുത്താൽ അന്ത്യപ്രവാചകൻ ഭക്ഷിക്കും, നിങ്ങൾ സദഖ കൊടുത്താൽ അവരെ കഴിക്കുകയില്ല, അവരുടെ വലത്തെ തോളിൽ ഖാത്തമുന്ന് പറഞ്ഞു. അങ്ങനെ അറേബ്യയിൽ നിന്ന് വന്ന ഒരു കച്ചവട സംഘത്തെ പരിചയപ്പെടുകയും അവർക്ക് പൈസ കൊടുത്തിട്ട് അറേബ്യയിലേക്ക് വരികയും ചെയ്തു. വരുന്ന വഴിയിൽ സൽമാൻ അൽ ഫാരിസിയുടെ കയ്യിൽ ഇഷ്ടംപോലെ സമ്പത്തുണ്ടെന്ന് മനസ്സിലാക്കിയ യാത്രാ സംഘം അദ്ദേഹത്തെ കൊള്ളയടിക്കുകയും വഴിയിൽ ഇറക്കി വിടുകയും ചെയ്തു. പിന്നീട് അതുവഴി വന്ന കവർച്ചാ സംഘം, അക്രമി സംഘം അദ്ദേഹത്തെ പിടിച്ച് ചന്തയിൽ കൊണ്ടുപോയി വിറ്റു. അന്ന് അടിമ സമ്പ്രദായം ഉണ്ടായിരുന്ന കാലഘട്ടമായിരുന്നു. ആണിനെയും പെണ്ണിനെയും ഒക്കെ പിടിച്ച് ചന്തയിൽ കൊണ്ടുപോയി വിൽക്കുന്ന കാലം. അങ്ങനെ ആ ചന്തയിൽ നിന്ന് ഒരു യഹൂദി വാങ്ങി, ആ യഹൂദിയുടെ കയ്യിൽ നിന്ന് നമ്മളിപ്പം പോകുന്ന ഈ തോട്ടത്തിലെ യഹൂദിയുടെ കുടുംബം വാങ്ങി. അങ്ങനെ ഇവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ വന്ന വാർത്ത അറിഞ്ഞു. അങ്ങനെ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു കയ്യിൽ സൂക്ഷിച്ചു വെച്ച കുറച്ച് ഈത്തപ്പഴമുണ്ടായിരുന്നു. അതുമായിട്ട് റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾക്കുള്ള സദഖയാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ അത് വാങ്ങിയിട്ട് സ്വഹാബത്തിന് കൊടുത്തു. റസൂലുള്ളാഹി തങ്ങളെ കഴിച്ചില്ല. വേറെ ഒരു ദിവസം
അപ്പൊ ഞാനൊരു 2 ബോട്ടിൽ വെള്ളം എടുത്ത് ഉസ്താദിന് കൊടുക്കാം, നിങ്ങൾക്കൊക്കെ ബർക്കത്തിന് വേണ്ടി കുടിക്കാൻ. ഇൻഷാ അല്ലാഹ്. ദാ ഇതാണ് കിണർ. ഇറങ്ങണോ? ആ ഫോട്ടോയിൽ ഇതാണ് കിണർ. ആ ഇവിടെ 2 മണിക്ക് ശേഷം തുറക്കുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് അലിയാർ തങ്ങളോട് 7 തോൽപാത്രത്തിൽ വെള്ളം എടുത്ത് ഒക്കെ പറഞ്ഞില്ലേ, ഉപരി പറഞ്ഞില്ലേ? ആ മദഖൽ ബിർ ഖർസ് എന്നാണ് ഇതിൽ പറയാം കേട്ടോ. അവർക്ക് പ്രവേശനമല്ല. ബക്കയുടെ സംഘം ഇപ്പോൾ ബിർ ഖർസിൻ്റെ മുന്നിലാണുള്ളത് കേട്ടോ. അൽഹംദുലില്ലാഹ് നമ്മളെ കുറച്ച് ആളുകളെ പോന്നിട്ടുള്ളൂ. അപ്പോൾ നമ്മളൊരു 30 ഉറുപ്പിക ചിലവാക്കിയാലേ ഇങ്ങനത്തൊക്കെ കാണാൻ പറ്റും. സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിൻ്റെ വീടും അവർ താമസിച്ചിരുന്ന വീടും അവരുടെ കിണറുമാണ് ഈ കാണുന്നത് കേട്ടോ. സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹുവിൻ്റെ ചരിത്രമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത്. കണ്ടില്ലേ? സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹുവിൻ്റെ തോട്ടത്തിലാണ് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത്. ഒക്കെ പറഞ്ഞുതരാം. അതിനെ നിങ്ങളെ വെറുതെ കൊടുത്തിക്കണേ. സഫ്വാനെ വെറുതെ കൊടുത്തൊന്നുമല്ല. അബൂ സഫ്വാൻ ഇത് സൽമാൻ ഫാരിസി റളിയല്ലാഹുവിന് ഹദിയ കിട്ടിയ സ്ഥലമാണ്. പറഞ്ഞില്ലേ? ഒക്കെ പറയുന്നില്ലേ? സൽമാൻ ഫാരിസി റളിയല്ലാഹുവിന്റെ തോട്ടത്തിലാണ് ഇപ്പോൾ ബക്കയുടെ സംഘം എത്തി നിൽക്കുന്നത്. ഞങ്ങൾ കുറച്ച് ആൾക്കാരുണ്ട്, 10-15 ആൾക്കാർ, 18ഓളം ആൾക്കാർ നമ്മൾ വന്നിട്ടുണ്ട്. സെറ്റല്ലേ? 10 വർഷം കൊണ്ട് ഉണ്ടാവേണ്ട ഈന്തപ്പഴം നാട്ടിൽ അടക്കുറക്കണ മാതിരിയേ പൊറുക്കാൻ നിൽക്കണ്ട. സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹുവിൻ്റെ തോട്ടത്തിൽ ഇപ്പോൾ ബക്കയുടെ സംഘം എത്തി നിൽക്കണ്ടോ. നമുക്ക് അടുത്ത സ്വീകരണ സ്ഥലത്തേക്ക് പോവാം അല്ലേ? മദീനയിലെ ഇടവഴികളിലൂടെ ഞങ്ങളുടെ സംഘം സഞ്ചരിക്കുകയാണ്. അത് കണ്ടില്ലേ? ഇതിപ്പോ പുതിയ റോഡാക്കുന്നയാ. ഇത് നേരെ ഹറമിലേക്ക് ഹവാലിന്ന് അല്ലേ? ആ റോഡ് എപ്പോഴും ട്രാഫിക്കാ. ബിലാൽ മസ്ജിദിന്റെ അല്ല വരുന്നത്. നിങ്ങൾക്ക് ഇനി ഈ വഴിയിലോട്ട് മൊക്കേന്നൊക്കെ വരുമ്പോ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു ചരിത്രമാണ്. നമ്മുടെ മുമ്പിൽ ഒരു മല കാണാം, ഇടത് ഭാഗത്തായിട്ട് കണ്ടാ നീളത്തിൽ കിടക്കുന്ന ഒരു മയ്യത്ത് കിടത്തിയതുപോലെ ഉണ്ടാവും. ഫുള്ളായിട്ട് നോക്കിയാ ഒരു മയ്യത്ത് കിടത്തിയതുപോലെ ഉണ്ടാവും. ആ മലക്ക് പറയുന്ന പേരാണ് ജബല് ഐർ, കഴുതമല എന്നാ പറയുക. ഒരു ലഈഫായ ഹദീസ് പ്രകാരം യുബ്ഗിദുന വനബ്ഗദുഹു, ആ മല നമ്മളോട് ദേഷ്യം പിടിക്കുന്നു, നമ്മൾ ആ നരകത്തിലുണ്ടാകുന്ന മല എന്നാണ് ആ മലയെക്കുറിച്ച് പറയുന്നത്. വലതു ഭാഗത്ത് സ്വർഗത്തിലെ മലയും കാണാം. ഉഹുദ് മല സ്വർഗത്തിലെ മലയാണ്. കളർ വ്യത്യാസം ഉണ്ടല്ലോ. മാബൈന ജബലുൽ ഐരി വസ്സൗരി അൽ ഹറം, മദീനയിലെ എൻ്റെ ഹറമിന്റെ അതിർത്തി ഐർ മലയുടെയും സൗർ മലയുടെയും ഇടയിലുള്ള സ്ഥലമാകുന്നു. സൗർ മല എന്ന് പറയുന്നത് മക്കയിലെ മലയല്ല, ഈ ഉഹദ് മലയുടെ ബേക്കിലൊരു മലയാണ്. നമ്മൾ ഈ പോകുന്ന റോഡ് ഒരു പുഴയായിരുന്നു റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ. ഇതിലെ ഇങ്ങനെ പുഴ ഒഴുകി മദീന പള്ളിയിലൂടെ പള്ളിന്റെ ബേക്കിക്കോട് ഖന്തക്ക് വഴി ഒഴുകിയിരുന്ന വാദി ബുത്ഹാൻ എന്ന് പറയുന്ന പുഴ സ്വർഗത്തിലൂടെ ഒഴുകുന്ന പുഴ എന്നാണ് ഹദീസിലുള്ളത്. അല്ലാഹു സ്വർഗത്തിൽ കാണാനും കുളിക്കാനും തൗഫീഖ് നൽകട്ടെ. ഇവിടെ ഈ ഒരു തോട്ടം കണ്ടില്ലേ,
ഈ തോട്ടത്തിന് പറയുന്ന പേരാണ് ശിഫാ തുറാബ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ഇവിടെയുള്ളവർക്കൊരു രോഗം വന്നു. അങ്ങനെ അവരുടെ രോഗം മാറാതെ വന്നപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ അവിടുത്തെ മണ്ണെടുത്തിട്ട് മന്ത്രിച്ചിട്ട് കുടിക്കാനും അതുകൊണ്ട് ആ സ്ഥലത്തിന് ശിഫാ തുറാബ് എന്ന് പറയുന്നു. അത് ബദറിലേക്ക് പോകുന്ന വഴി. ഈ പുഴ ഇങ്ങനെ അല്ലാഹു തആല എനിക്ക് ഹിജറ നൽകിയില്ലായിരുന്നുവെങ്കിൽ ഞാൻ മദീനക്കാരനായി ജനിച്ചേനെ, അഥവാ അൻസാരികളിൽപ്പെട്ട ആളായി ഞാൻ ജനിച്ചേനെ എന്ന് സഹാബത്തിനോട് പറയുമായിരുന്നു. സഹാബത്ത് ചില പരാതികളും ആശങ്കകളും റസൂലുള്ളയുമായി പങ്കുവെക്കുമ്പോഴാണ് റസൂലുള്ള ഇതൊക്കെ സൂചിപ്പിക്കാറുള്ളത്. അപ്പോൾ റസൂലുള്ളാന്റെ വല്യമ്മ താമസിച്ച സ്ഥലമായിരുന്നു ഇവിടെ. അബ്ദുൽ മുത്തലിബിന്റെ ഉമ്മ അവര് താമസിച്ചിരുന്ന സ്ഥലമായിരുന്നു ഇത്. അവിടെയാണ് താമസിച്ചിരുന്നത് അബ്ദുൽ മുത്തലിബിന്റെ ഉമ്മ അല്ലേ? റസൂലുള്ളാഹി തങ്ങളെ പേര് മാറ്റിയ ഒരു കിണറും സഹാബത്തിന്റെ വീടുമാണ് ഈ ഇടത് ഭാഗത്ത് കാണുന്നത്. അവിടെ ബോർഡ് വെച്ച് കല്ല് വെച്ച് അടച്ചേക്കുന്ന കണ്ടില്ലേ? റസൂലുള്ളാഹി തങ്ങളെ പേര് മാറ്റിയ ഒരു കിണർ അവിടെയുണ്ട്. ഒരു ദിവസം റസൂലുള്ള അവിടെ പോയപ്പോൾ സഹാബത്തിനോട് വുളു എടുക്കാൻ ഈ കിണറ്റിൽ നിന്ന് ഉള്ള വെള്ളം കൊണ്ട് വുളു എടുക്കാമെന്ന് പറഞ്ഞു. അപ്പം സഹാബത്ത് പറഞ്ഞു, നബിയെ അത് ബിഇറുൽ അസീർ, പ്രയാസമുള്ള കിണറാണെന്ന് പറഞ്ഞു. റസൂലുള്ള ചോദിച്ചു, അതെന്താ അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു. പറഞ്ഞു, അതിൽ നിന്ന് ഇടയ്ക്കൊക്കെ വെള്ളം കിട്ടാറുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ റസൂലുള്ള പറഞ്ഞു, ആ കിണർ ബിഇറുൽ യസീർ, ബിഇറുൽ യുസ്ർ, എളുപ്പമുള്ള കിണറാണ്. ബനൂ എന്നീ പ്രധാനപ്പെട്ട 4 യഹൂദി കുടുംബമായിരുന്നു മദീനയിൽ ഉണ്ടായിരുന്നത്. പിന്നെ അതിനോട് ചേർന്നിട്ട് മറ്റു ഉപകുടുംബങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ബനൂ ഖുറൈള, ബനു നളീർ, ഔസ്, ഖസ്റജ്. അതിൽ ഔസും ഖസ്റജും റസൂലുള്ളാഹി തങ്ങളുടെ വരലോടുകൂടി പൂർണ്ണമായി ഇസ്ലാമിലേക്ക് വന്നു. ബനൂ ഖുറൈള, ബനു നളീർ അവര് താമസിച്ചിരുന്ന സ്ഥലമായിരുന്നു ഇതെല്ലാം. കണ്ടില്ലേ? ഇവര് കൂട്ടം കൂട്ടമായിട്ടാണ് താമസിക്കുക, കോളനികൾ പോലെ. അടുത്തടുത്താണ് അവര് വീടുകൾ സ്ഥാപിക്കുക. അവർ ഈ ഭാഗങ്ങളിലായിരുന്നു കൂടുതലായി താമസിച്ചിരുന്നത്. ഇവിടെ ഇങ്ങനെ നോക്കിയാൽ തന്നെ ഓരോ വീടിന്റെ അടയാളങ്ങൾ മണ്ണിൽ കാണാൻ വേണ്ടി. വീടിന്റെ അവശിഷ്ടങ്ങള് ഇടത് ഭാഗത്ത് മതില് കാണുന്നില്ലേ? ഇടതും മതിലും അവരുടെ തോട്ടവും അവരുടെ കൊട്ടാരവും ഒക്കെ. ഈ വലത് ഭാഗത്തും അവരുടെ തോട്ടമാണ്. ഇതിന്റെ ആ കൊട്ടാരത്തിൽ നിന്ന് ഇതിലേക്ക് പോകാൻ അണ്ടർഗ്രൗണ്ട് ആണ്. ഇതാണ് വിശാലമായ അവരുടെ കൊട്ടാരം. ഇപ്പൊ ഇതില് താമസമുണ്ടോ? അത് വർഷത്തിൽ 1-2 ദിവസമല്ലേ വരുള്ളൂ. ഇപ്പൊ ഇവിടെ വരുത്തില്ല. ത്വൽഹത്ത് ബിൻ ബറാ എന്ന് പറയുന്ന കുട്ടിയായ ഒരു സഹാബി ഉണ്ടായിരുന്നു. റസൂലുള്ളാഹിനെ വളരെയധികം സ്നേഹിച്ച ഒരു കുട്ടിയായ സഹാബി. ആ കുട്ടിക്ക് സുഖമില്ലാത്ത സമയത്ത് റസൂലുള്ളാഹി തങ്ങൾ അവരെ കാണാൻ വേണ്ടി വന്നു. ഈ മുമ്പിൽ കാണുന്ന പള്ളി ഓർമ്മയുണ്ടോ? രാത്രി മരിക്കണേ ഈ മുമ്പിൽ കാണുന്ന പള്ളി അറിയ നിങ്ങൾക്ക്? ഇല്ലേ? പോയിട്ടുണ്ടല്ലോ നമ്മള്. ത്വൽഹത്ത് ബിൻ ബറാ എന്ന് പറയുന്ന കുട്ടിയായ സഹാബി. കുട്ടി നല്ല ഉറക്കായിരുന്നു. അങ്ങനെ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഈ കുട്ടി ഇന്ന് രാത്രി മരണപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെ മരണപ്പെട്ടാൽ രാത്രി തന്നെ എന്നെ അറിയിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ റസൂലുള്ളാഹി തങ്ങൾ പോയതിനു ശേഷമാണ് കുട്ടി ഉറക്കിൽ നിന്ന് എണീക്കുന്നത്. അപ്പൊ കുട്ടി ചോദിച്ചു,
ഇവിടെ ആരെങ്കിലും വന്നിരുന്നോന്ന് ചോദിച്ചു. അപ്പം മാതാപിതാക്കൾ ഇല്ലാന്ന് പറഞ്ഞു. ഇവിടെ നല്ല വാസനയുണ്ടല്ലോ, ആരോ ഇവിടെ കാര്യപ്പെട്ട ആള് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പം മാതാപിതാക്കൾ പറഞ്ഞു കൊടുത്തു, റസൂലുള്ളാഹി തങ്ങൾ വന്നു, ഇങ്ങനെ മരണപ്പെടുമെന്ന് പറഞ്ഞിട്ടുണ്ട്, മരണപ്പെട്ടാൽ രാത്രി തന്നെ അറിയിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ആ കുട്ടിയായ സഹാബി പറഞ്ഞു, ഒരു കാരണവശാലും ഞാൻ മരണപ്പെട്ടാൽ റസൂലുള്ളാഹിനെ രാത്രി വിവരം അറിയിക്കരുത്. അങ്ങനെ ആ കുട്ടി രാത്രി മരണപ്പെട്ടു. അവരെ ഖബറടക്കം ചെയ്തു. പിറ്റേ ദിവസം രാവിലെ തഹജ്ജുദിന്റെ സമയത്താണ് റസൂലുള്ളാഹിനെ വിവരം അറിയിക്കുന്നത്. ആ സമയത്ത് തന്നെ റസൂലുള്ളാഹി തങ്ങൾ ഇവിടെ വരികയും ആ കുട്ടിക്ക് വേണ്ടി ദുആ രക്കുകയും ചെയ്തു. എന്നിട്ട് അന്നത്തെ ദിവസത്തെ മസ്ജിദുൽ ഫജ്ർ, മസ്ജിദ് ബനു ഉനൈഫ്, മസ്ജിദുൽ മുസബ്ബഹ് എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന പള്ളിയാണ്. അവിടെ നിർമ്മിച്ചതാണ് ഈ പള്ളി. ആ കുട്ടി വരണ്ട എന്ന് പറഞ്ഞത് ഈ ഭാഗത്തൊക്കെ യഹൂദികൾ താമസിച്ചിരുന്നു. അവരെ ആക്രമിക്കുമോ എന്ന പേടി കാരണം റസൂലുള്ളാഹിനോടുള്ള മഹബത്ത് കൊണ്ടാണ് വരണ്ട എന്ന് പറഞ്ഞത്. വുളു ഉള്ളവർക്ക് ആ പള്ളിയിൽ കയറി 2 റക്അത്ത് ദുഹായോ തഹിയ്യത്തോ ഒക്കെ നിസ്കരിക്കും. ഒന്നുണ്ടോ? ത്വൽഹത്ത് ബിൻ ബറാ റളിയല്ലാഹു അൻഹു മരിച്ച അന്ന് സുബഹിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുബഹി നിസ്കരിച്ച സ്ഥലമാണ് ഈ സ്ഥലം. ചരിത്രത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു പള്ളിയാണ് ഈ പള്ളി. ഇവിടെ 2 റക്അത്ത് നിസ്കരിക്കാൻ വേണ്ടി ഞങ്ങളിവിടെ ഇറങ്ങിയിരിക്കുകയാണ്. ത്വൽഹത്ത് ബിൻ ബറാ റളിയല്ലാഹു അൻഹു വഫാത്തായ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിച്ച സ്ഥലമാണ്. ഇങ്ങോട്ട് പോരി, കേട്ടില്ലേ? റസൂലുള്ളാഹി തങ്ങളും സഹാബത്തുമൊക്കെ ഹിജ്റ വന്നത് ഇതിലെ ഇങ്ങനെയാണ്. ഇതിലെ ഇങ്ങനെ വന്നിട്ട് ഈ പള്ളിയുടെ ബേക്കിൽ കൂടെയാണ് ഖുബാ പള്ളിയിലേക്ക് പോകുന്നത്. അപ്പൊ മദീനക്കാരൊക്കെ നബിയെയും സഹാബത്തിനെയും കാത്തിട്ട് ഇവിടെ വരും. ഇവിടെ ഇങ്ങനെ കാത്തിരിക്കും. ഈ കുന്നം പ്രദേശത്ത് കാത്തിരുന്നിട്ട് അവര് തിരിച്ചു പോകും. അങ്ങനെ ഒരു ദിവസം തിരിച്ചു പോയപ്പം യഹൂദിയാണ് റസൂലുള്ളാഹി തങ്ങൾ ആദ്യമായി വരുന്നത് കണ്ടത്. അപ്പൊ അവര് വിളിച്ചു പറഞ്ഞു, മദീനക്കാരെ, നിങ്ങൾ തിരിച്ചു പോകണ്ട, നിങ്ങൾ കാത്തിരുന്ന വെള്ളി നക്ഷത്രം അതാ ഉദിച്ചിരിക്കുന്നു. അപ്പം നബിയെയും സഹാബത്തിനെയും ഒക്കെ من ثنيات الوداع وجب الشكر علينا ما دعا لله داعي എന്ന ബൈത്ത് പാടി സ്വീകരിക്കുകയും കൂടി ചെയ്ത സ്ഥലമാണ് നമ്മളിപ്പോൾ ആ സ്ഥലം. അവിടെ നിന്നാണ് ഖുബാ പള്ളിയിലേക്ക് പോകുന്നതും ഖുബാ പള്ളി നിർമ്മിക്കുന്നതും. ഖുബാ പള്ളി നിർമ്മാണത്തിന് ശേഷമാണ് ഇത്. നേരത്തെ നമ്മൾ കണ്ട മലയാണിത്. ഇനി നമ്മൾ പോകുന്നത് ഉഹുദ്മലയല്ലേ, അത് മറ്റേ മലയാണ്, മയ്യത്ത് മലയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ വരുന്നതിന് മുമ്പ് റസൂലുള്ളാഹിന്റെ വരവറിയിച്ചുകൊണ്ട് സഹാബത്ത് ഇവിടെ വന്നിരുന്നു. മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഇവിടെ ഒരു പ്രചരണം നടത്തിയിരുന്നു. അവർ ഏകദേശം 2 മാസത്തോളം താമസിച്ച ഒരു തോട്ടം. റസൂലുള്ളാഹി തങ്ങൾ ഹിജ്റ വന്നപ്പോൾ ആദ്യം വന്നത് ആ തോട്ടത്തിലേക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും ഒരു ദിവസം ഇവിടെ വന്നു. അവിടെ നിസ്കരിച്ചു. അവിടെ പഴയ രൂപത്തിലൊരു പള്ളി കാണാം. അവിടെ നിന്ന് നമുക്ക് നിസ്കരിക്കാം. അവിടെ നിസ്കരിച്ച് അവിടെ റസൂലുള്ളാഹി തങ്ങളുടെ സ്വഹാബത്തിന് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കുട്ടികളാകുന്ന 2 സ്വഹാബികളുണ്ട്. അവര് റസൂലുള്ളാഹിനോട് പറഞ്ഞു, നബിയെ, ഞങ്ങളുടെ വീട്ടിൽ ആരും ഇല്ല, ഞങ്ങൾക്ക് വീട്ടിലേക്ക് പോകണം. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, പോയിക്കോന്ന് പറഞ്ഞു. അപ്പൊ നല്ല ഇരുടാണ്, വെളിച്ചമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ തൊട്ടടുത്ത മരത്തിൽ നിന്ന് ഒരു വടി പൊട്ടിച്ചിട്ട് 2 കഷ്ണമാക്കിയിട്ട് ഇറങ്ങിപ്പോയി. 2 പേർക്കും 2 വഴിയിലേക്ക് പോകേണ്ട സ്ഥലത്ത് എത്തിയപ്പോൾ അവരുടെ കയ്യിലുണ്ടായിരുന്ന വടി പ്രകാശിച്ചു എന്നതാണ് ഇവിടുത്തെ ചരിത്രം. അതുകൊണ്ട് ഈ പള്ളിക്ക് മസ്ജിദുൻ നൂർ എന്ന പേര് പറയുന്നു. വേറെ ഒരു പേര് മസ്ജിദുൽ ഉസ്ബ എന്നാണ്.
അഥവാ ഈ പ്രദേശത്തിനൊക്കെ പറയുന്ന, ഈ സ്ഥലത്തിന് പറയുന്ന പേരാണ് ഹയ്യുൽ ഉസുബ. പിന്നെ ബിറുൽ ഹജീം എന്ന് പറഞ്ഞിട്ടൊരു കിണർ അവിടെയുണ്ട്. സഹാബത്തും റസൂലുള്ളയും ഉപയോഗിച്ചു എന്ന് പറയപ്പെടുന്നു. എന്നാൽ അതല്ല ആ കിണർ എന്നും ചരിത്രത്തിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു കിണറാണ്. ഏതായാലും അതൊക്കെ അവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഒതു എടുക്കേണ്ടവർക്ക് അവിടെ നിന്ന് ഒതു എടുക്കുകയും ചെയ്യും. എങ്ങനെയുണ്ട് നമ്മള് ജിയാറ? നിങ്ങളൊന്ന് പറഞ്ഞു, കുറെ ദിവസമായി പറഞ്ഞിട്ട്. അല്ല, ഉപ്പര് പറഞ്ഞിട്ട് കുറെ ദിവസമായി. നിങ്ങൾ പറയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ വന്ന സമയത്ത് ആദ്യം വന്ന തോട്ടം ഇതാണ്. ഇസ്മുൽ മഷ്റൂഅ് മസ്ജിദുൽ ഉസ്ബ വ ബിറുൽ ഹജീം എന്നൊക്കെ പേരുണ്ട് കേട്ടോ. പള്ളി എന്ന് പറയാൻ ഇവിടെ ഇതിൻ്റെ ചരിത്രവും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ചരിത്രവും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ എവിടെ നിസ്കരിക്കാന്ന് വെച്ചാൽ ഇവിടെയൊക്കെ നിസ്കരിച്ചാൽ തന്നെ അതിൽ പോകാം. ഇതാ അതൊക്കെ മുതലായില്ലേ അല്ലേ? ഇവിടെ നിസ്കരിക്കുക. അതാണ് മസ്ജിദുൽ ഹജീം എന്ന സ്ഥലം. ഇതാണ് കേട്ടോ. വലിയ കെട്ടിടം അല്ലെങ്കിൽ മതിലും ചുമരൊന്നുമില്ല. ഇതന്നെയാണ്. നിസ്കരിച്ചോളി, 2 റക്അത്ത് നിസ്കരിച്ചോളി കേട്ടോ മക്കളെ. ശരി. ഇടത് ഭാഗത്തൊരു മല കണ്ട, ഒരു വെള്ള ടാങ്കുള്ള മല, ജബൽ അഹ്മർ എന്ന് പറയുന്ന മലയാണത്. ചുവപ്പ് മല എന്നാണ് പറയുക. മദീനക്കാര് റസൂലുള്ളാഹി തങ്ങള് വരുന്നതിന് മുമ്പ് മദീനയുടെ അതിർത്തിയായിട്ട് കണ്ട ഒരു മലയാണ്. അതിലുപരി മാഇസ് റളിയല്ലാഹു അൻഹുവിനെ എറിഞ്ഞു കൊന്ന മലയാണിത്. അതിന്റെ ഏറ്റവും മുകളിൽ കണ്ട നിങ്ങൾ ചെറിയൊരു റൗണ്ട് കാണാം, കണ്ടില്ലേ? ഒരു ചെറിയ റൗണ്ടാണത്. മാഇസ് റളിയല്ലാഹു അൻഹു ഒരു പെൺകുട്ടിയുമായി വ്യഭിചാരത്തിൽ ഏർപ്പെട്ടു. അങ്ങനെ തൗബയൊക്കെ ചെയ്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നബിയെ, എന്നെ ഒന്ന് ശുദ്ധീകരിക്കണം, ഞാനിങ്ങനെ ഒരു തെറ്റ് ചെയ്തു പോയിട്ടുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നീ തൗബ ചെയ്താൽ മതി, പോയിക്കോ എന്ന് പറഞ്ഞു. തിരിച്ചയച്ചു. 2ാമത്തെ ദിവസവും വന്നു, റസൂലുള്ളാഹി തങ്ങൾ തിരിച്ചയച്ചു. 3ാമത്തെ ദിവസവും വന്നു. റസൂലുള്ള പറഞ്ഞു, മാഇസേ, നീ അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട, ആലോചിക്കണ്ട, നിന്റെ തൗബ അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ട്, നീ പോയിക്കോ എന്ന് പറഞ്ഞു. പക്ഷെ മൂപ്പർക്ക് എന്തോ തൃപ്തിയായില്ല. 4ാമത്തെ ദിവസവും വന്നു. റസൂലുള്ളാഹി സഹാബത്തിനോട് ചോദിച്ചു, സഹാബ, മായിസ് കള്ള് കുടിക്കുന്നയാളാണോ? മായിസിന് ബുദ്ധിക്ക് കുടിക്കുന്നവനല്ല എന്ന് പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ സഹാബത്തിനോട് മായിസ് തങ്ങളെ എറിഞ്ഞു കൊല്ലാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ സഹാബത്ത് ഈ മലയുടെ അടുത്ത് കൊണ്ടുവന്നിട്ട് എറിഞ്ഞു. അതിശക്തമായ വേദന മൂപ്പർക്ക് വന്നപ്പോൾ മൂപ്പർ ഇതിലെ ഇങ്ങനെ ഇറങ്ങി ഓടി. അന്ന് ഒരു പെണ്ണാണ് വ്യഭിചാരം ചെയ്തതെങ്കിൽ ആ പെണ്ണിനെ ഒരു കുഴിയെടുത്തിട്ട്, കഴുത്ത് വരെ കുഴിയെടുത്തിട്ട് അതിലിറക്കി നിർത്തിയിട്ടാണ് എറിഞ്ഞു കൊല്ലുക. ആണാണെങ്കിൽ അര വരെ കുഴിയെടുത്തിട്ടാണ് എറിഞ്ഞു കൊല്ലുക, ആണ് ഓടിപ്പോകാതിരിക്കാൻ. പക്ഷെ മായിസ് തങ്ങൾ സ്വയം തെറ്റ് ഏറ്റു പറഞ്ഞു വന്ന ആളായതുകൊണ്ട് കുഴിയെടുത്തിട്ടില്ലായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുളിച്ച ഒരു പുഴയാണിത്. വാദി അഖീഖ് എന്ന് പറയുന്ന പുഴ. റസൂലുള്ളാഹി തങ്ങൾ ഇവിടെ വരികയും നിസ്കരിക്കുകയും കുളിക്കുകയും ഉറങ്ങുകയും ചെയ്തു. അപ്പം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നിട്ട് പറഞ്ഞു, ഇന്നക ഫിൽ വാദി മുബാറക്, നബിയെ, തങ്ങളുള്ളത് ബറക്കത്താക്കപ്പെട്ട പുഴയിലാകുന്നു. അപ്പോൾ വാദി അഖീഖ് എന്നും വാദി മുബാറക് എന്നും പേരുള്ള പുഴയാണിത്. നമ്മുടെ ഈ മലയുടെ വലത് ഭാഗത്ത് നോക്കിയ മലന്റെ ഏറ്റവും താഴെ ഭാഗത്ത് വെള്ള തൂണുകൾ കണ്ട, സർവേക്കല്ല് പോലെ. അവിടെ ഒരു തൂണ്, കുറച്ചപ്പുറത്ത് സഹാബത്ത് ബേക്കിൽ ഓടി വന്നിട്ട് വീണ്ടും എറിഞ്ഞു കൊല്ലുന്നത്. പിൽക്കാലത്ത് വന്ന ഇസ്ലാമിക ഭരണാധികാരികൾ തലവെട്ടിയത്, കൈവെട്ടിയത്, ശിക്ഷാരീതികളൊക്കെ നടപ്പിലാക്കിയത് ഇവിടെ വെച്ചിട്ടായിരുന്നു. അങ്ങനെ മയ്യത്തൊക്കെ കുളിപ്പിച്ച് മദീന പള്ളിയിലേക്ക് കൊണ്ടുവരികയാണ്.
അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഇമാമായി നിൽക്കുന്നത്. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനോട് ചോദിക്കുകയാണ്, അള്ളാഹിൻ്റെ റസൂലേ, നിങ്ങൾ എന്ത് പണിയാണ് ഈ ചെയ്യുന്നത്? ഒരു വ്യഭിചാരം ചെയ്ത ഒരു മനുഷ്യൻ്റെ മയ്യത്ത് നിസ്കാരത്തിന് നിങ്ങൾ നേതൃത്വം നൽകുകയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഉമറേ, ഈ മായിസ് ഉണ്ടല്ലോ, നിങ്ങളെക്കാൾ ഉന്നതമായ സ്ഥാനത്ത് നിൽക്കുന്നയാളാണ്. നിങ്ങൾ ഈ മദീനക്കാരായ എല്ലാവരുടെയും തൗബ കൊണ്ടുവന്നിട്ട് ഒരു തുലാസിൽ വെക്കുക. ഇപ്പുറത്തെ തുലാസിൽ മായിസിന്റെ തൗബയും വെച്ചാൽ മായിസിന്റെ തൗബയ്ക്കാണ് കനം കൂടുതൽ എന്ന് പഠിപ്പിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഥവാ ഇസ്ലാമിലെ ഏറ്റവും വലിയ തൗബ ചെയ്ത ഒരു മഹാൻ സ്വയം തെറ്റ് ഏറ്റുപറഞ്ഞു വരികയും അവരുടെ തൗബ അള്ളാഹു സ്വീകരിച്ചു എന്ന് അവർക്ക് വിവരമറിയിച്ചിട്ടും ആ ശിക്ഷ എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ശിക്ഷ എന്താണെന്ന് അറിയാം എന്നിട്ടാണ് അത് ഏറ്റുവാങ്ങാൻ വേണ്ടി മുന്നോട്ട് വന്നത്. നമുക്ക് എന്തെങ്കിലും ഒരു നമ്മുടെ ഹൃദയങ്ങളൊക്കെ അള്ളാഹു ശുദ്ധീകരിക്കട്ടെ. തെറ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങളെ തൊട്ട് അള്ളാഹു നമ്മയൊക്കെ കാത്തു രക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആ പുഴയുടെ മറ്റൊരു ഭാഗമാണ് മുബാറക്. ഇവിടെ ആ JCBയുടെ അടുത്തൊരു ടാങ്ക് കണ്ട, അതിന്റെ അടിയിൽ ഒരു റൗണ്ട് കണ്ട. ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു മദീനയിൽ വെള്ളത്തിന് ക്ഷാമമുണ്ടായ സമയത്ത് സ്വന്തം ചെലവിൽ കിണർ കുഴിച്ചിട്ട് മദീന മൊത്തം വെള്ളം സപ്ലൈ ചെയ്തു. അവരുടെ സ്വന്തം ചിലയിൽ. അവര് വലിയ പൈസക്കാരനായിരുന്നു, വലിയ പണ്ഡിതനായിരുന്നു, മദീനയിലെ ഭരണാധികാരിയായിരുന്നു. അവരുടെ കോട്ടയാണ് ഇവിടെ ഈ പൊളിഞ്ഞു കിടക്കുന്നത്. അവരുടെ സ്വന്തം കോട്ട, അവർ സ്വന്തം നിർമ്മിച്ച, അവരുടെ സ്വന്തം പൈസ കൊണ്ട് നിർമ്മിച്ച കോട്ടയാണ് ഈ പൊളിഞ്ഞു കിടക്കുന്നത്. ഇവിടെയായിരുന്നു അവരുടെ നിസ്കാര ഹാള്, ഭക്ഷണ ഹാള്, ആയുധപ്പുര എല്ലാം ഇതിൻ്റെ ഉള്ളിലായിരുന്നു. ഈ കോട്ടയ്ക്ക് 2 കവാടങ്ങളാണുള്ളത്, ഒന്ന് ഫ്രണ്ടിലും ഒന്ന് ബാക്കിലും. കണ്ടില്ല? അസ്മാ ബീവിയുടെ മോനാണ് ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ. അതിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുക്ക് ഒരു മോളുണ്ട്. അവരുടെ പേരും ഫാത്തിമത്തുൽ കുബറ എന്നാണ്. അവര് മദീന പള്ളിയിൽ ഫാത്തിമ ബീവിയുടെ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. അങ്ങനെ അമവിയ ഭരണാധികാരികളുടെ കാലഘട്ടത്തിൽ മദീന പള്ളി വിപുലീകരിച്ചപ്പം ഇവരുടെ വീടുകളൊക്കെ പൊളിച്ചു, പള്ളിയോട് കൂട്ടിച്ചേർത്തു. അന്ന് ആ പൊളിച്ച വീടിന് പകരമായി നിർമ്മിച്ചു കൊടുത്ത വീടാണ് ഈ മുമ്പിൽ കാണുന്നത്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മോള് ഫാത്തിമ ബീവിക്ക് നിർമ്മിച്ചു കൊടുത്ത വീട് കണ്ടില്ലേ? അതിന്റെ തനിമ നഷ്ടപ്പെടാതെ എപ്പോഴും നിലനിൽക്കണ്ടെന്നല്ലേ? അങ്ങനെ അവരിവിടെ താമസിക്കാൻ വേണ്ടി വന്നപ്പോൾ അയൽവാസികൾ പറഞ്ഞു, ഫാത്തിമ ബീവിയെ ഇവിടെ നിങ്ങൾ താമസിക്കണ്ട, ഇവിടെ വെള്ളമൊന്നും കിട്ടൂല എന്ന് പറഞ്ഞു. അപ്പൊ അവര് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ആ നിസ്കരിച്ച സ്ഥലത്ത് ഒരു കിണർ കുഴിക്കാൻ നേതൃത്വം നൽകി. ആ കിണറാണ് ഇത്. ബിർ ഫാത്തിമ എന്ന പേരിൽ, മദീനയിലെ സംസം എന്ന പേരിൽ കിണർ കണ്ടില്ലേ? അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. നമ്മുടെ വലത് ഭാഗത്തൊരു പള്ളി കാണാം. 2 മിനാരമുള്ള പള്ളിയാണ്. കണ്ടോ നിങ്ങള്? കണ്ടില്ല അവിടെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും ബദർ യുദ്ധത്തിന് വേണ്ടി പോയപ്പം 2 വലിയ മരത്തിന്റെ ഇടയിൽ വെച്ചിട്ട് അസർ നിസ്കരിച്ചു. അതിന്റെ ഓർമ്മയ്ക്ക് 2 മിനാരമുള്ള പള്ളി നിർമ്മിച്ചു. അതാണിത്, മസ്ജിദുൽ മിനാറത്തൈനി, 2 മിനാരമുള്ള പള്ളി. 2 മരങ്ങൾക്കിടയിൽ 2 മിനാറാക്കി. കണ്ടില്ല? കണ്ടില്ലേ? ഉറങ്ങിക്കോട്ടെ, ഈ സമയം ഉറങ്ങാൻ സുഖം.
മസ്ജിദ് ഹിളർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പള്ളിയാണ്. ഈ കണ്ടില്ലേ ഹില്ലർ. അതിന്റെ സിറും രഹസ്യങ്ങൾ എന്താണെന്ന് അറിയില്ല. മക്ക അന്ന് തുർക്കിയിൽ നിന്ന് മദീനയിലേക്ക് വരാൻ ട്രെയിൻ ഉണ്ടായിരുന്നു. തുർക്കി, സിറിയ, തബൂക്ക് വഴിയാണ് മദീനയിലേക്ക് വന്നിരുന്നത്. ആ റെയിൽവേ സ്റ്റേഷന് പിന്നിൽ, ആ ട്രെയിനിന് പിന്നിൽ മലയാളിയായ ഒരാളുടെ തലയായിരുന്നു. മലയാളിയുടെ ബ്രെയിനാണ് അതിന് പിന്നിൽ വർക്ക് ചെയ്തത്. അന്നത്തെ മദീന റെയിൽവേ സ്റ്റേഷനാണ് നമ്മുടെ ഈ മുമ്പിൽ കാണുന്നത്. ഇല്ല, ഇപ്പൊ മെട്രോ മാത്രമാണ്. ഇതില്ല. ഇത് ഒന്നാം ലോക മഹായുദ്ധം നടന്നപ്പം ഇസ്ലാമിക രാജ്യങ്ങളിലേക്ക് ഇത് വ്യാപിക്കുമോ എന്ന് പേടിച്ചിട്ട് ശത്രുക്കൾ തകർത്ത് കളഞ്ഞു. അന്നത്തെ റെയിൽവേ സ്റ്റേഷനും റെയിൽ പാളങ്ങളും ട്രെയിനൊക്കെ ഇതിന്റെ ഉള്ളിലുണ്ട്. ഒരു ബോഗിയുണ്ട്. അപ്പൊ ഇതിലേക്ക് പ്രവേശനമില്ല. അപ്പുറത്തെ ഭാഗത്ത് റെയിൽ പാളങ്ങൾ കണ്ടില്ലേ? കൽക്കരി കൊണ്ടുള്ള ട്രെയിനായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. ഇപ്പൊ കൽക്കരി സൂക്ഷിക്കുന്ന ടാങ്ക് ആയിരുന്നു ഇത്. കുറച്ചും കൂടെ അങ്ങോട്ടേക്ക് ട്രെയിനൊക്കെ ഉണ്ട്. അങ്ങനെ അവരെ ബ്രിട്ടീഷുകാര് നമ്മുടെ നാട്ടിൽ നിന്ന് നാട് കടത്തിയതാണ് തുർക്കിയിലേക്ക്. ഇപ്പൊ തുർക്കി ഭരണകൂടം അവരെ എല്ലാ രീതിയിലും ആദരിച്ചു, ബഹുമാനിച്ചു. ഇത് വലിയൊരു കുടുംബമാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ ആദരവിന്റെ ഭാഗമായി ഫളല് തങ്ങളെ അന്നത്തെ തുർക്കി മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തി. അവരാണ് ഈ പ്രൊജക്ട് സമർപ്പിക്കുന്നത്. മദീനയിൽ നിന്ന് തുർക്കിയിലേക്ക് ട്രെയിൻ വേണമെന്ന ആശയം അവരുടെ ബുദ്ധിയിൽ ഉദിച്ച ആശയമാണിത്. അതാണ് പിന്നീട് നടപ്പിലാക്കിയത്. നിങ്ങള് ഖന്തക്ക് കണ്ടില്ലേ? ഖന്തക്ക് യുദ്ധം നടന്ന സ്ഥലം കണ്ടില്ലേ? അവിടെ കുറെ പള്ളികൾ ഉസ്താദ് പരിചയപ്പെടുത്തി തന്നു അല്ലേ? നിങ്ങളൊന്നും ഉണ്ടാതെ മാപ്പിളിന്റെ മടിയിലൊക്കെ ഇരുന്നിട്ട് നല്ല ഉറക്കാണ്. അപ്പൊ അതില് നിങ്ങൾ കാണാത്ത ഒരു പള്ളിയുണ്ട്. ജാബിർത്തങ്ങളുടെ ചരിത്രം പറഞ്ഞ അല്ലെ? ഒരു ഭക്ഷണം കൊടുത്ത കഥയൊക്കെ ഉസ്താദ് പറഞ്ഞു തന്നിട്ടില്ലേ? ആ വെറുതെ മൂളരുത്. ഹന്തക്ക് കിടങ്ങ് കീറുന്ന സമയത്ത് നബിയും സഹാബത്തും ഒക്കെ പട്ടിണിയിലാണ്. വലിയ കിടങ്ങ് കീറിയിട്ടാണ് ശത്രുക്കളെ പ്രതിരോധിക്കുന്നത്. 10,000-ഓളം വരുന്ന സൈന്യം, ശത്രു സൈന്യം. അന്ന് വരെ ലോകം കണ്ടിട്ടില്ലാത്ത ഒരു സൈന്യവുമായിട്ടാണ് ശത്രുക്കൾ മദീന പിടിച്ചടക്കണം. ഈ വരവോടുകൂടി മദീന നമ്മുടെ കയ്യിൽ കിട്ടണം, മുഹമ്മദ് കൂട്ടര് ഇല്ലാതാകണം, ഇസ്ലാമിനെ നശിപ്പിക്കണം. അതാണ് അവരുടെ ലക്ഷ്യം. അപ്പം മക്കയിലെ മുശ്രിക്കീങ്ങളും ഖൈബറിലെ യഹൂദികളും സംഘടിച്ചിട്ടാണ് അവർ വന്നത്. സംഘടിച്ചു വന്ന് ആറ് ദിവസങ്ങൾക്ക് മുമ്പാണ് റസൂലുള്ളാഹി തങ്ങൾ വിവരം അറിയുന്നത്. അപ്പം സഹാബത്തിനും റസൂലുള്ളാഹിക്കൊക്കെ അത് വല്ലാതെ ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ഖന്തക്കിൽ കിടങ്ങ് കീറുന്നത്. അപ്പൊ കിടങ്ങ് കീറിക്കൊണ്ടിരിക്കുമ്പോൾ വലിയ ഒരു പാറ വന്നു. സഹാബത്തിന് പൊട്ടിക്കാൻ പറ്റുന്നില്ല, വിശപ്പ് കാരണം. വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയിട്ടാണുള്ളത്. കല്ല് വെച്ച് കെട്ടൽ എങ്ങനെയാ? ഒരു കല്ലെടുക്കും, അതൊരു തുണിയിൽ പൊതിയും, എന്നിട്ട് വലിച്ചു കെട്ടലാണ്. ഇപ്പൊ സഹാബത്ത് റസൂലുള്ളാഹിനോട് എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു ഞാൻ വരാം, എന്നിട്ട് പൊട്ടിച്ചു തരാന്ന് പറഞ്ഞു.
റസൂലുള്ളാഹി തങ്ങൾ വന്നിട്ട് 3 കൊത്തു കൊടുക്കലോട് കൂടി അത് തവിട് പൊടിയായി. സഹാബത്ത് നോക്കുമ്പോൾ റസൂലുള്ളാഹിന്റെ വയറ്റത്ത് 2 കല്ലുകളാണ്. ഇത് കണ്ട ജാബിർ തങ്ങൾക്ക് തീരെ സഹിച്ചില്ല. അതാണ് ഉസ്താദ് പറഞ്ഞ ജാബിർ തങ്ങളുടെ സൽക്കാരം. ഉറങ്ങിയ കാലം വന്ന് കഴിച്ചിട്ടും ആ ഭക്ഷണം അതുപോലെ ബാക്കിയായിരുന്നു. ആ ഭക്ഷണം കൊടുത്ത ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ വീടാണ് ഈ ഇടത് ഭാഗത്ത് ഈ പള്ളിയുള്ള സ്ഥലത്ത് ഉണ്ടായിരുന്നത്. ഈ പള്ളി കണ്ടോ, ഇതിപ്പം പുനർനിർമ്മിച്ച് ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. മസ്ജിദ് ബനി ഹറാം എന്ന് പറയുന്ന പള്ളിയാണ്. ജാബിർ തങ്ങളുടെ കുടുംബ പേരാണ് ബനി ഹറാം എന്നത്. ഇതാണ് ഖന്തക്കിലെ 7ാമത്തെ പള്ളി. സബാ മസ്ജിദിൽ സബ അല്ലേ? ومن اليسير سقى وأطعم جيشه حتى اكتفوا ويسيره لم ينفدي يا رب صل على النبي محمد منجي الخلائق من جهنم في غدي. മങ്കൂസ് മൗലദിലെ ഈ ചരിത്രം പറയുന്നത് ഈ സംഭവമാണ്. അങ്ങനെ ഖന്തക്ക് യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു. മുആദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനെ അന്വേഷിച്ച് നടക്കുകയാണ്. റസൂലുള്ളാഹിനെ കാണാനില്ല. സഹാബത്തിനോടൊക്കെ ചോദിച്ചു. സഹാബത്ത് പറഞ്ഞു ഞങ്ങളും കണ്ടിട്ടില്ല എന്ന്. ആയിഷ റളിയല്ലാഹു അൻഹായുടെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു. ആയിഷ ബീവി പറഞ്ഞു ഞാനും കണ്ടിട്ടില്ല എന്ന്. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു ഒരു പക്ഷേ സഹാബത്ത് വന്ന് പരതി നോക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ അവിടെ സുജൂദ് ചെയ്യുന്നതാണ് കാണാൻ സാധിച്ചത്. ഈ മലയുടെ മുകളിൽ അവിടെ ഒരാൾ നിൽക്കുന്ന കണ്ട, അത് ഒരാൾ ഇങ്ങനെ ഇറങ്ങി വരുന്നു. അതിൻ്റെ അവിടെ കുറേ മുസല്ലകൾ വിരിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ കയറുക, സുജൂദൊക്കെ ചെയ്തിട്ട് വരിക. അതിൻ്റെ ഏറ്റവും മുകളിൽ നിന്ന് റസൂലുള്ളാഹിക്ക് ആ സമയത്ത് വുളു എടുക്കാനും കുടിക്കാനുമുള്ള വെള്ളം വരികയുണ്ടായി. അപ്പോൾ ഞങ്ങൾ ഈ മലമുകളിലേക്ക് കയറാൻ പോവാണ്. 10 ദിവസം മുന്നിൽ കയറണം, നോക്കി കയറണം കേട്ടോ. 5 മിനിറ്റ് സമയം മതി. വരുന്നുണ്ട്, നമ്മൾ ആജിമാർ വരുന്നുണ്ട്, മലമുകളിലേക്ക് വരികയാണ്. ആറ്റി വരട്ടെ. ഇതൊരു തൗഫീഖാണ്. അല്ലാഹു ഇനിയും വരാനും കാണാനുള്ള തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഖന്തക്ക് സമയത്ത് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു 7 ദിവസം താമസിച്ച ഒരു ഭാഗമാണിത്. ദീർഘനേരം സുജൂദ് ചെയ്ത ഒരു മലയാണ്. ഉമ്മത്തിന് വേണ്ടി ദുആ ചെയ്ത ഒരു മലയാണ്. ശുക്രിന്റെ സുജൂദ് ചെയ്ത ഒരു ഭാഗമാണ്. നമ്മൾ നേരത്തെ ജാബിറുള്ളാന്റെ വീട് കണ്ടില്ല? ജാബിറുള്ളാന്റെ വല്യപ്പന്മാരൊക്കെ താമസിച്ചത് ഈ ഭാഗത്താണ്. അവരുടെ എന്തെങ്കിലും ഫാമിലി വിഷയങ്ങളുണ്ടെങ്കിൽ അതൊക്കെ സോൾവ് ചെയ്തിരുന്നത് ആദ്യം ഇവിടെയാണ്. ഇതിങ്ങനെയല്ല ഒരു ആർച്ച പോലെ ഉണ്ടായിരുന്നു. അള്ളാഹിന്റെ സുജൂദോടുകൂടി ഗാറു സജദ എന്ന് അറിയപ്പെടുക. എന്ന് മാത്രമല്ല ഒരിക്കലേ അള്ളാഹിന്റെ പ്രവാചകർക്ക് അള്ളാഹും മതിയാകും എന്ന ആയത്തിറങ്ങുന്നത് വരെ സഹാബിമാർ കാവൽ നിന്നിരുന്നു. ഒരിക്കലേ അള്ളാഹിന്റെ സുല് അന്നത്തെ ഖന്തക്കിന്റെ ഒരു ചിത്രം എന്ന് പറഞ്ഞാൽ അകത്തും പുറത്തും ചാരന്മാർ ഒറ്റുകാൻ. അള്ളാഹിന്റെ പ്രവാചകരെ പകൽ സമയങ്ങളിൽ ഖന്തക്ക് ഭാഗത്താണെങ്കിലും രാത്രി സമയങ്ങളിൽ എന്ത് ചെയ്യും? ഈ ഭാഗത്ത് അവർക്ക് ഇങ്ങനെ നിൽക്കവേ ആരെങ്കിലും ഒരാൾ വന്നിരുന്നെങ്കിൽ എനിക്ക് അല്പസമയം ഉറങ്ങാമായിരുന്നു, ഒന്ന് വിശ്രമിക്കാമായിരുന്നു ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കവേ താഴെ ഭാഗത്ത് നിന്ന് ഒരു വാളിന്റെ സൗണ്ട് വെക്കാം. അള്ളാഹിന്റെ റസൂൽ ചോദിച്ചു ആരാണിത് എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു നബിയേ ഞാൻ ഉക്കാശയാണ് നബിയേ, എനിക്കെന്റെ ടെന്റിൽ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല യാ റസൂലല്ലാഹ്. അള്ളാഹിന്റെ റസൂലിന് ഇഷ്ടമാണ്. നിങ്ങളെ ഹറമിലെ ഓരോ വാതിലിന്റെ പേര് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ബാബ ബാബക്കർ, ബാബു ഉമർ, അതൊക്കെ അതിലൊരു പേരാണ് ബാബു റഹ്മത്തിന്റെ വാതിൽ. അത് റഹ്മത്തിന്റെ വാതിലിന് പേര് വരാൻ കാരണം എന്താ? നിങ്ങൾ
ഒരിക്കലും വെള്ളിയാഴ്ച അള്ളാഹുവിന്റെ റസൂൽ എഴുന്നേറ്റ് സമയത്ത് ഒരു സഹാബി വന്നിട്ട് പറഞ്ഞു, നബിയെ മഴയില്ല നബിയെ, മഴയില്ല നബി, ഒന്ന് ദുആ ചെയ്യണം യാ റസൂലല്ലാഹ്. അള്ളാഹിന്റെ പ്രവാചകൻ ദുആ ചെയ്യാൻ തുടങ്ങി. സഹാബികൾ പറയുന്നുണ്ട്, ഞങ്ങളിങ്ങനെ നോക്കി നിൽക്കവേ സിർഹ് മലയുടെ മുകളിലൂടെ പരിച പോലെ മേഘം ഇങ്ങനെ വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഒരു മേഘം വരുന്നുണ്ട്. നമ്മൾ ജുമാ കഴിഞ്ഞ് ഇറങ്ങലോടുകൂടി മഴ പെയ്യാൻ തുടങ്ങി. പിന്നെ 6 ദിവസം നിങ്ങൾ സൂര്യനെ കണ്ടിട്ടില്ല. പിറ്റത്തെ വെള്ളിയാഴ്ച അള്ളാഹുവിന്റെ റസൂൽ എഴുന്നേരുന്നപ്പോൾ ഒരു സഹാബി പറഞ്ഞു, നബിയെ മഴ കൊണ്ട് വല്ലാത്ത മഴയാണ് നബിയെ തന്നെ. അള്ളാഹുവിന്റെ റസൂൽ ദുആ ചെയ്തു, റബ്ബേ ഈ മഴയെ നീ ഖൈറായ ഭാഗത്തേക്ക് നീക്കം ചെയ്യണേ അല്ലാഹ്. ആ സഹാബികൾ പറയുന്നുണ്ട്, ഞങ്ങൾ ജുമാ കഴിഞ്ഞ് ഇറങ്ങുന്നത് സൂര്യൻ്റെ പ്രകാശത്തോട് കൂടിയാണ്. ഏറ്റവും പ്രധാനം എന്താ നിങ്ങൾ ഉംറ കഴിഞ്ഞ് വന്നവരാ. ഉംറ കഴിഞ്ഞ് വന്നവർക്കൊരു പ്രത്യേകത ഉണ്ട്, അവർ ദുആക്ക് ഇജാബത്ത് കിട്ടുന്നവരാ. എന്നാൽ ഇത് പവിത്രമായ സ്ഥലം കൂടിയാ, ഇത് പവിത്രമായ മാസം കൂടിയാ അല്ലേ. എല്ലാം കൊണ്ടും അള്ളാഹു നമുക്ക് അനുകരിച്ച് നൽകിയ ഒരു സമയമാണ്. അതുകൊണ്ട് 2 മിനിറ്റ് നമുക്ക് ദുആ ചെയ്തിട്ട് പോവാ. അൽ ഫാത്തിഹ. ഭാഗത്താണ് അവിടെ പോയി ആണുങ്ങൾക്ക് പോകുന്നതിന് വിഷയമല്ല. അവിടെ ഒരു വെള്ളം വന്നിട്ട് ഒരാൾ ഇപ്പോഴും ഉണ്ട്. സ്ത്രീകളെ ബുദ്ധിമുട്ടാണെങ്കിൽ അവിടെ നിന്നോളി. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഗുഹയിൽ താമസിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വെള്ളത്തിന് ആവശ്യം വന്നപ്പോൾ വെള്ളം ഒലിച്ചിറങ്ങിയ ഒരു ഭാഗം ഈ മലയുടെ മുകളിലുണ്ട്. ഒരു ഗുഹ തന്നെയുണ്ട്. ആ ഗുഹയുടെ അരികിലേക്കാണിപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഖന്തക്കിൻ്റെ ഒരു തായ്വരയിലാണ് ഇപ്പോൾ ഞങ്ങൾ എത്തി നിൽക്കുന്നത്. അൽഹംദുലില്ലാഹ് ഇവിടെ നിന്നാണ് വെള്ളം ഒലിച്ചു വന്നത് എന്ന് പറയപ്പെടുന്നു. ഇവിടെ നിന്ന് ഉറവ് ഓൾക്കുണ്ടോ? ഇല്ല, എന്നാ വില ഇവിടെ നിന്നാണ് വെള്ളം ഒലിച്ചു വന്നത്. എന്തായാലും ഇറന്നു വന്നിട്ടോ കേട്ടോ. മാര് മലമുകളിൽ നിന്ന് ഇറങ്ങി വരാട്ടോ. മാഷേ പിടിച്ചിറങ്ങി. ഏയ് ഓനാട് ഇരിക്ക. അവിടെ മുസല്ലൊക്കെ മടക്കുന്നുണ്ട്. അവിടെ ഓല മുസല്ല മടക്കലൊക്കെ കഴിഞ്ഞ് ഓല എത്തുമ്പോഴേക്ക് ഖന്തക്കിലെ മല ചെയ്തിട്ടോ. എന്തെങ്കിലൊക്കെ തെരിയും തിന്നാലേ. എന്താണ് ഖന്തക്കിലെത്തിയിട്ടാ? അതാ ഇതാ മസ്ജിദ് ഫത്തഹ് ഇതൊക്കെ കണ്ടില്ല ഇന്നലെ കണ്ടേ. അവിടെ മുതലാണ് ഖന്തക്കിന്റെ കിടങ്ങ് കുഴിക്കാൻ തുടങ്ങിയത്. അവിടെ നിന്ന് ഇങ്ങനെ കുഴിച്ച് ഇതിലെ ഇങ്ങനെയൊക്കെ പോയി. അപ്പൊ നമ്മുടെ ഈ വലത് ഭാഗത്ത് സഹാബത്ത് നിന്നു, ഇടത് ഭാഗത്ത് ശത്രുക്കൾ നിന്നു. ഇതിന്റെ ഇടയക്കൂടെ ഇങ്ങനെയാണ് ഖന്തക്കിന്റെ കിടങ്ങ് കയറുന്നത്. ഈ സിഗ്നലിന്റെ ഇതിലെ ഇങ്ങനെ കീറി നേരെ അങ്ങ് ഇടത്തോട്ടേക്ക് കിടങ്ങില്ല. വലത്തെ കൈ ഇടാ.
വലിയ വഖഫുകളിലൊന്നായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കിണറുള്ള സ്ഥലത്തേക്കാണ്. റൂമ കിണർ എന്നും ബിഇർ ഉസ്മാൻ എന്ന പേരിലും അറിയപ്പെടുന്ന കിണറാണ്. കുടിവെള്ളത്തിന് വളരെ പ്രയാസമുള്ള സ്ഥലമായിരുന്നു ഇവിടെ. നല്ല കുടിവെള്ളം എല്ലാ കിണറ്റിലും കിട്ടൂല. ഹിജറ വന്ന സ്വഹാബത്താണ് കൂടുതലായും ഇവിടെ താമസിച്ചിരുന്നത്. അവരുടെ കയ്യിലൊന്നും പൈസയില്ല. ഇവിടെ ആകെ ഒരു കിണറുണ്ട്, അതൊരു യഹൂദിയുടെ കയ്യിലാണ്. റൂമത്തുൽ ഗഫാരി എന്ന് പറയുന്ന യഹൂദി. അദ്ദേഹമാണെങ്കിൽ ആ കിണറ്റിലെ വെള്ളം പൈസക്കാണ് കൊടുക്കുക. ഒന്നെങ്കിൽ പൈസ കൊടുക്കണം, അല്ലെങ്കിൽ ഈത്തപ്പഴം കൊടുക്കണം, അല്ലെങ്കിൽ ഗോതമ്പ് കൊടുക്കണം. ഇല്ലെങ്കിൽ അയാള് വെള്ളം കൊടുക്കൂല. ഇവിടെ ശ്രദ്ധിക്കണം തിന്നുന്നത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഈ കിണറ്റിലെ വെള്ളം ഈ കിണർ വാങ്ങി മുസ്ലിമീങ്ങൾക്ക് നൽകിയാൽ അവർക്ക് ഞാൻ സ്വർഗത്തിൽ ഒരു കിണർ കൊടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ സയ്യിദുന ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു രാജാവിന്റെ കൊട്ടാരാണ്. അത് നമ്മൾ തബൂക്കിലേക്ക് പോകുന്ന റോഡാണ്, ഷാം തബൂക്കിലേക്ക്. അവസാന കാലഘട്ടത്തിൽ ദജ്ജാൽ വരിക ഷാമിൽ നിന്നാണ്. ഇപ്പൊ ദജ്ജാൽ വരുന്ന മലയാണത്, ജുർഫ് മല എന്ന് പറയും. അവൻ ആ മലയുടെ മുകളിൽ കയറിയിട്ട് മദീന ഇങ്ങനെ നോക്കിയിട്ട് ചോദിക്കും, മിൻ ഐന ഹാദാ ഖുസൂറുൽ അബിയദ്, ആരുടേതാണ് ഈ വെള്ളക്കൊട്ടാരം? ആ അത് പറയണ്ടേ നിങ്ങള്? അപ്പൊ ഞമ്മള് ഉസ്മാൻ തങ്ങളുടെ അടുത്ത് എത്താനായി. മറ്റേ സമയം ഉണ്ടെങ്കിൽ പറയാം. അപ്പൊ അങ്ങനെ യഹൂദിയുടെ അടുത്ത് വന്ന് കിണർ ചോദിച്ചപ്പോ മൂപ്പര് പറഞ്ഞു, ഇതെന്റെ വരുമാന മാർഗമാണ്, ഞാൻ തരൂലെന്ന് പറഞ്ഞു. നിങ്ങൾ കേട്ട കഥ പറയുന്നുട്ടോ, പറച്ചു നിർത്തിയില്ലേ? അങ്ങനെ നമുക്ക് ഒന്നുകൂടി കേൾക്കണ്ടേ? അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അങ്ങനെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളോട് യഹൂദി ഇത് പറഞ്ഞു. യഹൂദിയായിട്ട് കുറേ സംസാരിച്ചു. ലാസ്റ്റ് യഹൂദി പറഞ്ഞു, എന്നാ പകുതി ഞാൻ തരാന്ന് പറഞ്ഞു. അങ്ങനെ കിണറിന്റെ പകുതി ഉസ്മാൻ തങ്ങൾ വാങ്ങി. ഉസ്മാൻ തങ്ങൾ വാങ്ങി ഇവര് തമ്മിലൊരു കരാറുണ്ടാക്കി. ഒരു ദിവസം ഉസ്മാൻ തങ്ങൾ ഉപയോഗിച്ചു. കുറേ ദിവസം കഴിഞ്ഞു. ഉസ്മാൻ തങ്ങളുടെ ദിവസം എല്ലാവരും വെള്ളം ശേഖരിച്ചു വെക്കും. യഹൂദിയുടെ ദിവസം ആരും വെള്ളം എടുക്കാൻ വരാതായി. അങ്ങനെ യഹൂദി ചൂടായി ഉസ്മാൻ തങ്ങളോട്, നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ല ഇതെന്റെ വരുമാന മാർഗമാണെന്ന്, നിങ്ങൾ ഇത് നശിപ്പിച്ച് കൊളാക്കി, ഇനിയിപ്പോ എനിക്കിത് വേണ്ട, ബാക്കിയും കൂടെ നിങ്ങൾ എടുത്തോന്ന് പറഞ്ഞു. ഇപ്പൊ നഷ്ടത്തിലായ ഒരു ഷെയർ നമ്മളോട് ഒരാൾ വന്നിട്ട് പറയാണ്, എന്റെ ബിസിനസ് ഒക്കെ പൊട്ടി ആകെ നഷ്ടത്തിലാണ്, നീ അത് ഏറ്റെടുക്കുമെന്ന് ചോദിച്ചാൽ നമ്മളെന്താ പറയാ, വേറെ പണിയൊന്നും ഇല്ല. 10 ലക്ഷത്തിന്റെ മുതലാണെങ്കിൽ 1 ലക്ഷത്തിന് എന്തെങ്കിലും തരികയാണെങ്കിൽ നോക്കാന്ന് പറയും. എന്നാ ഉസ്മാൻ തങ്ങൾ ഈ യഹൂദിയോട് അങ്ങോട്ട് ചോദിക്കാണ്, നിനക്ക് എത്ര പൈസ വേണം, ആ പകുതിയും കൂടെ ഞാൻ എടുക്കുന്നതിന്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ പറയാണ്, 35,000 ദിർഹം. എത്ര നാള് മുമ്പ്? 1400 വർഷങ്ങൾക്ക് മുമ്പ് 35,000 ദിർഹം കൊടുത്തിട്ട് കിണർ വാങ്ങി മുസ്ലിമീങ്ങൾക്ക് ഹദിയ ചെയ്തു. ഇതാണ് ഉസ്മാൻ തങ്ങളുടെ തോട്ടം. അങ്ങ് വരെ, ഈ റോഡിന്റെ അങ്ങേ അറ്റം വരെ ഇങ്ങനെ വിശാലമായ തോട്ടാണ്. നമുക്കിതിൽ പ്രവേശനം ഇല്ല. കിണറുള്ള സ്ഥലം കാണിച്ചു തരാം. ഇറങ്ങാൻ പറ്റുമോ? പൈപ്പ് കണ്ട, ഒരു കറുത്ത പൈപ്പ് ഇങ്ങനെ വളച്ചിട്ടേക്കുന്ന, അതാ കിണറ്റിന്ന് വെള്ളം എടുക്കുന്നതാണ്. ഇറങ്ങുന്നോ? ഇതൊക്കെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ തോട്ടമാണ് കേട്ടോ. അവിടെ ഇങ്ങനെ പോയിട്ട് ആ ടാങ്കിൻ്റെ അതിലങ്ങനെ നേരെ നോക്കിയാൽ അവിടെ പൈപ്പ് ഇങ്ങനെ വളച്ചിട്ട് കാണുന്നുണ്ട്. ആ വളച്ചിട്ട് കാണുന്ന അവിടെയാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആ ജൂതനിൽ നിന്ന് കിണർ വിലക്ക് വാങ്ങി പിന്നെ സംഭാവന ചെയ്ത ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കിണറുള്ള സ്ഥലം അവിടെയാണ്. ബിഇർ ഉസ്മാൻ എന്നാണ് ആ കിണറിനറിയപ്പെടുക. മനസ്സിലായോ? ഈ ചരിത്ര സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാൻ ഇൻഷാ അള്ളാഹ് നിങ്ങൾക്കൊക്കെ
അള്ളാഹു തൗഫീഖ് നൽകട്ടെ ഇൻഷാ അള്ളാഹ്. വിഷയം 2000 ഈ ഫോട്ടോയിലൊക്കെ ഉള്ള പോലെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലേ കേട്ടോ, ബിഅർ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു എഴുതി വെച്ചിട്ടുണ്ട്. വഖഫ് ബിഅർ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കേട്ടോ, ഉസ്മാൻ റളിയല്ലാഹു അൻഹു വഖഫ് ചെയ്തതേ. ഇവിടെ അങ്ങനെ ഈ ബോർഡ് മേലെ എഴുതി വെച്ചിട്ടുണ്ടല്ലേ അറബിയിൽ. ഈ മോഡലിൽ സംവിധാനം ചെയ്യാണ്. അപ്പോൾ ഈ ചിത്രങ്ങളിൽ കാണുന്ന രൂപത്തിലാകാൻ പോവുകയാണെങ്കിൽ ഇവിടെയൊക്കെ കണ്ടോ ആ കിണറൊക്കെ ഇങ്ങനെ ആയിട്ട് വരും. ഒക്കെ ഇൻഷാല്ലാ വീഡിയോയിൽ വരും കേട്ടോ. അങ്ങനെ കിണർ വാങ്ങിയിട്ട് റസൂലുള്ളാന്റെ അടുത്തേക്ക് പോയി ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങൾ. എന്നിട്ട് റസൂലുള്ളാനോട് ചോദിച്ച, നബിയെ, ആര് കിണർ വാങ്ങി തന്നാലും സ്വർഗത്തിൽ കിണർ നൽകുമോ? അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അതേ നൽകും. അപ്പൊ ഉസ്മാൻ തങ്ങൾ പറഞ്ഞു, ഈ തോട്ടമൊക്കെ അവരുടെ നോക്കിക്കോളി. അന്ന് ഇത്ര സ്ഥലം അന്നത്തെ കാലത്ത് ഉസ്മാൻ റളിയല്ലാഹുവിന്റെ അധീനതയിലുണ്ടായിരുന്ന തോട്ടാണ് ഈ തോട്ടം. ഉസ്മാൻ തങ്ങൾ പറഞ്ഞു, ഫസ്തറൈതുഹാ വജഅൽതുഹാ ലിൽ മുസ്ലിം. ഉസ്മാൻ തങ്ങളോട് പറഞ്ഞു, ഉസ്മാൻ തങ്ങളെ, നല്ല കാര്യമാണ് നിങ്ങൾ ചെയ്തത്, പക്ഷേ ഒരു നിബന്ധനയുണ്ട്. സാധാരണ സ്വഹാബത്ത് ഈ കിണറ്റിൽ നിന്ന് എത്രയാണോ വെള്ളം കൊണ്ടുപോകുന്നത് അത്ര മാത്രമാണ് നിങ്ങളുടെയും അവകാശം. എല്ലാവർക്കും ആരും കൊടുക്കാം. അത്ര മാത്രമാണ് നിങ്ങളുടെയും അവകാശം. നിങ്ങൾ ഇത്ര വലിയ പൈസക്ക് ഒരു കിണർ വാങ്ങിയെന്ന് വിചാരിച്ച് നിങ്ങൾക്ക് ഇവിടെ പ്രത്യേകമായ അധികാരം ഇല്ല. നമ്മുടെ നാട്ടിലെ പള്ളിക്കും മദ്രസയ്ക്കും ഒക്കെ ഒരുപാട് ആളുകൾ സംഭാവന നൽകും. എന്നിട്ട് പറയും, നോട്ടീസിൽ എൻ്റെ പേര് കൊടുക്കണം, ശിലാഫലകത്തിൽ എൻ്റെ പേര് കൊടുക്കണം. അത് കൊടുത്തില്ലെങ്കിൽ പിന്നെ പള്ളിയിലും വരില്ല, മദ്രസയിലും വരില്ല. സംഭാവന പറഞ്ഞത് തരികയില്ല. അവിടെയാണ് ഉസ്മാൻ തങ്ങൾ മാതൃകയാകുന്നത്. എല്ലാ സഹാബത്തും 5ഉം 10ഉം പാട്ട വെള്ളം കൊണ്ടുപോകും. ഉസ്മാൻ തങ്ങളെ കൊണ്ടുപോകുന്നത് 1ഓ 2ഓ പാട്ട വെള്ളം മാത്രം. സഹാബത്ത് ചോദിച്ചു ഉസ്മാൻ തങ്ങളോട്, അല്ല ഉസ്മാൻ തങ്ങളെ, നിങ്ങളെന്താ ഇങ്ങനെ തീരെ ഇതിലെ വെള്ളം ഉപയോഗിക്കുന്നില്ലല്ലോ, വളരെ കുറച്ചല്ലേ ഉപയോഗിക്കുന്നുള്ളൂ? അപ്പോൾ ഉസ്മാൻ തങ്ങൾ പറഞ്ഞത്, ഈ വെള്ളം പോലും കൊണ്ടുപോകാത്ത സഹാബത്തുണ്ടെങ്കിൽ ഉസ്മാൻ തങ്ങള്, എന്നാൽ എല്ലാ യുദ്ധത്തിലും 2ാമത്തെയോ 3ാമത്തെയോ 4ാമതോ ആയി എണ്ണുന്നത് ഉസ്മാൻ തങ്ങളെയാണ്. അബൂബക്കറിൻ ഉമറു ഉസ്മാന സുമ്മ ഹൈദർ. മജ്ലിസുന്നൂർ ചെല്ലുമ്പോൾ നമ്മൾ പാടുന്നു. അന്ന് ഉസ്മാൻ തങ്ങളെ മദീനയിലാണ് ഉള്ളത്. അവരുടെ ഭാര്യ റസൂലുള്ളാഹിന്റെ മോള് റുഖയ്യ എന്നവർക്ക് സുഖമില്ലാതെ ഇവിടെ നിൽക്കുകയാണ്. അപ്പൊ അവരെയാണ് മദീനയിലെ കാര്യം ഏൽപ്പിച്ചിട്ട് മുത്തുനബി പോകുന്നത്. ആ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന ഒരാൾക്ക് വാളില്ല എങ്കിൽ ഉസ്മാൻ തങ്ങളെ വാള് വാങ്ങിക്കൊടുക്കുക, പരിചയമില്ല എങ്കിൽ ഉസ്മാൻ തങ്ങളെ വാങ്ങിക്കൊടുക്കുക, വണ്ടിയില്ല എങ്കിൽ ഒട്ടകമോ കുതിരയോ വാങ്ങിക്കൊടുക്കും. ഉസ്മാൻ തങ്ങളുടെ സമ്പത്തായിരുന്നു ഈ യുദ്ധത്തിനൊക്കെ ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് ഉസ്മാൻ തങ്ങളെ യുദ്ധത്തിൽ പങ്കെടുത്തവരുടെ കൂട്ടത്തിൽ എണ്ണി. അതിൽ പറയുന്നത് 80,000 ബില്യൺ ദിർഹം വരുമാനമുണ്ടായിരുന്നു മൂപ്പർക്ക്. 80,000 ബില്യൺ ദിർഹം. എങ്ങനെ ഒരു സഹാബിക്ക് ഇത്ര പൈസ ഉണ്ടായി? ദാനിയേക്കാളുണ്ടാവും. എങ്ങനെ ഒരു സഹാബി, അതും ഹിജ്റ വന്ന സഹാബി. ഹിജ്റ വന്ന സഹാബികളൊക്കെ മിസ്കീന്മാരാണ്, അൻസാരിയായ സഹാബി പോലുമല്ല. മക്കയിൽ നിന്ന് നാടും വീടും സ്വത്തും കുടുംബവും എല്ലാം ഉപേക്ഷിച്ച് വന്ന സഹാബി. ആ സഹാബിയുടെ ആസ്തിയാണിത്. സഹാബത്ത് മൂപ്പരോട് ചോദിക്കുന്നുണ്ട്, അല്ല ഉസ്മാൻ തങ്ങളെ, അൻസാരികളായ സഹാബികൾ ഇത് കണ്ട് അസൂയ, ചിലർക്ക് അങ്ങനെ ഉണ്ടാവില്ല, ഒരു അത്ഭുതം. അസൂയാന്ന് നമുക്ക് പറയാൻ പറ്റൂല, സഹാബത്തല്ലേ. ഉസ്മാൻ തങ്ങളുടെ ഈ വളർച്ച കണ്ടിട്ട് ചോദിക്കുന്നുണ്ട്, ഉസ്മാൻ തങ്ങളെ, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്രക്കായിരം സമ്പത്തുണ്ടായത്? അപ്പോൾ ഉസ്മാൻ തങ്ങൾ പറയുന്നത്, എൻ്റെ അടുത്തുള്ള പൈസ കൊണ്ട് ഞാൻ ആ പൈസ മുഴുവനും ഒറ്റ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യൂല.
ഞാൻ വ്യത്യസ്തമായ മേഖലകളിലാണ് ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഒരു സ്ഥലത്ത് പൊട്ടിയാൽ മറ്റേ സ്ഥലത്ത് എനിക്ക് കിട്ടും. നമ്മൾ മലയാളികളോ ഉള്ളതെല്ലാം കൊണ്ടുപോയിട്ട് ഒരു ബക്കാല തുടങ്ങും, അല്ലെങ്കിൽ ഒരു ബൂഫിയ തുടങ്ങും, അല്ലേ? നമ്മുടെ പരിപാടി അതാണ്. അതോടുകൂടി അത് ഇല്ലാണ്ടാവുകയും ചെയ്യും. അത് ഒന്ന് പൊട്ടിപ്പോയാൽ പിന്നെ നമുക്ക് എണീറ്റ് നിൽക്കാനുള്ള വരുമാനം പോലും ഇല്ല. അൽഹംദുലില്ലാ, അതിൽ സന്തോഷിക്കും. നമ്മളെപ്പോലെ ലാഭവും ചെറിയ ലാഭം നിസ്സാരമായി കാണൂല മൂപ്പര്. നമ്മളോ ഇപ്പം ചെറിയൊരു ഇതേ കിട്ടിയിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് അൽഹംദുലില്ലാ നമ്മൾ പറയൂല. അതുപോലെ മൂപ്പര് പറഞ്ഞത്, ഞാനുള്ള ലാഭം മൊത്തം എടുത്തിട്ട് പോകൂല, എനിക്ക് ആവശ്യമുള്ളത് എടുക്കും, ബാക്കി അടുത്ത ഒരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യും, റീഇൻവെസ്റ്റ്മെന്റ്. ഇന്ന് നമ്മളൊക്കെ പഠിക്കേണ്ട ഒരു ബിസിനസ് രീതിയാണത്. അപ്പൊ അതായിരുന്നു ഉസ്മാൻ തങ്ങൾ. ആ ഉസ്മാൻ തങ്ങൾ അവസാനം വഫാത്താകുന്ന സമയത്തൊന്നുമില്ല, 0 ആയിട്ടാണ് ലോകത്തുനിന്ന് പോകുന്നത്. അത്ര ആസ്തി ഉണ്ടായിരുന്ന ഒരു മഹാൻ, എല്ലാം ഇസ്ലാമിന് വേണ്ടി. നേരത്തെ നമ്മൾ സൽമാൻ ഫാരിസി തങ്ങളുടെ ചരിത്രം പറയുമ്പോൾ അത് 40 ഊക്കിയ കൊടുക്കുന്നത് ഉസ്മാൻ തങ്ങളാണ്. അങ്ങനെ എല്ലാ മേഖലയിലും ഉസ്മാൻ തങ്ങളുടെ കയ്യൊപ്പ് ചാർത്തിയിരുന്നു. അവര് ലാസ്റ്റ് ഷഹീദാവുകയാണ് ചെയ്തത്. ശത്രുക്കള് വന്ന്, നല്ല താടി, നീളം താടിയുള്ള ആളായിരുന്നു, ആ താടി പിടിച്ച് വലിച്ചിട്ട് മൂപ്പരെ കൊല ചെയ്യപ്പെടുകയാണ് ഉണ്ടായത്. ഈ അടുത്ത ഭാഗത്തെ മല ഓർമ്മയുണ്ടോ? മല അറിയോ? ഏതാ മല? നമുക്ക് എന്നൊക്കെ പറഞ്ഞു. ഞാൻ നരകത്തിലെ മലയാ, അതപ്പുറം 80,000 നഷ്ടാണല്ലോ സാർ. തന്നെ കാറ്റത്തെ ഓർമ്മ വേണ്ട, ഇതൊക്കെ നാട്ടിച്ചെന്നിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുത്താൽ. ഇതിന് 8 കവാടങ്ങളാണുള്ളത്. അതിൽ ഒരു കവാടം ഉഹദ് മലയായിരിക്കുമെന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നു. ഇവിടെ ആളുകളൊക്കെ കേറി നിന്ന ഒരു മലയുണ്ട്, നിങ്ങളും കേറിയിട്ടുണ്ടാകാം. പറഞ്ഞേക്കാത്തൊരു കാര്യല്ലേ അല്ലേ? ആ, ജബൽ റുമാത്ത് എന്ന് പറയുന്ന ഒരു മല അല്ലേ? മുമ്പില് നമ്മുടെ ചരിത്ര സ്ഥലത്തേക്ക് നമ്മൾ പോവാണ്, ശ്രദ്ധിച്ചോളി. ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് പ്ലേസ്. അള്ളാഹുവിന്റെ റസൂല് 50ഓളം വരുന്ന അമ്പെയ്ത്തുകാരായ സഹാബികളെ നിർത്തുന്നു ഈ മലയിൽ. എന്നിട്ട് പറയുന്നു, ഉഹദ് യുദ്ധം വിജയിച്ചാലും ഗനീമത്ത് മുതൽ സഹാബത്ത് പെറുക്കിയെടുക്കുന്നത് കണ്ടാലും, ഈ ഇടത് ഭാഗത്ത് ഈ പച്ചപ്പ് കാണുന്നത് വാദി ഖനാത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പുഴയാണ്. നിങ്ങൾ ഈ മലയിൽ നിന്ന് താഴെ ഇറങ്ങരുത്. അപ്പോൾ ഉഹദിന്റെ 1-ാം ഘട്ടത്തിൽ റസൂലുള്ളാന്റെ വാക്ക് അംഗീകരിച്ച സഹാബത്തിന് വിജയമുണ്ടായി. തുരുതുരാ അമ്പുകള് മലയുടെ മുകളിൽ നിന്ന് വന്നപ്പോൾ ശത്രുക്കള് അവരുടെ സ്വത്തുക്കളൊക്കെ ഉപേക്ഷിച്ചിട്ട് ഓടിപ്പോയി, മലയുടെ ബേക്ക് ഭാഗത്ത് പോയി ഒളിച്ചിരുന്നു. മറ്റു സഹാബത്ത് പെറുക്കിയെടുക്കുകയാണ്. മലയുടെ മുകളിലുള്ള സഹാബത്ത് നോക്കുമ്പോൾ അപ്പൊ ചില സഹാബത്ത് പറഞ്ഞു, അത് കണ്ടില്ലേ, ഗനീമത്ത് മുതൽ സഹാബത്ത് പെറുക്കിയെടുക്കുന്നു, യുദ്ധം വിജയിച്ചിരിക്കുന്നു, നമുക്ക് താഴെ ഇറങ്ങാന്ന് പറഞ്ഞു. അപ്പൊ മലയുടെ മുകളിൽ നിൽക്കുന്ന സഹാബത്തിന്റെ നേതാവാണ് അബ്ദുല്ലാഹിബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു. അവര് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ ഇറങ്ങരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഇറങ്ങാൻ പറ്റൂല എന്ന് പറഞ്ഞു. അങ്ങനെ സഹാബത്തിന്റെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി. അപ്പൊ ജുബൈർ തങ്ങൾ പറഞ്ഞു, ഇറങ്ങേണ്ടവർക്ക് ഇറങ്ങാം, ഞാൻ ഏതായാലും ഇറങ്ങാനില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഏകദേശം 38ഓളം വരുന്ന സഹാബത്ത് താഴെ ഇറങ്ങുകയാണ്.
അവരിറങ്ങുന്ന സമയത്ത് ബാക്കി വന്ന സ്വഹാബത്ത് കുറച്ച് താഴോട്ട് ഇറങ്ങിയിട്ട് ഇവരെ തടയുകയാണ്. നിങ്ങൾ ഇറങ്ങരുത് ഇറങ്ങരുത് എന്ന് പറയുകയാണ്. മലയുടെ ബേക്കിൽ പോയി ഒളിച്ചിരിക്കുന്ന ശത്രുക്കളെ നോക്കുമ്പം മലയുടെ മുകളിൽ ആരെയും കാണാനില്ല. ഉടനെ ഖാലിദ് ഇബ്നു വലീദിന്റെയും ഇക്രിമയുടെയും നേതൃത്വത്തിൽ ശത്രുക്കൾ സംഘടിച്ചിട്ട് മലയുടെ ബേക്കിൽ കൂടി മലയുടെ മുകളിൽ കയറി. മലയുടെ മുകളിൽ കയറി നോക്കുമ്പോൾ കുറച്ച് സ്വഹാബത്ത് മലയുടെ താഴെയായി നിൽക്കുന്നുണ്ട്. അപ്രതീക്ഷിതമായ അടികിട്ടുകയാണ്. ആ സമയത്ത് ഒരു ശത്രു വിളിച്ചു പറയുന്നു, ഇന്നി ഖതൽതു മുഹമ്മദ, ഞാൻ മുഹമ്മദിനെ കൊന്നിരിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളോട് കേട്ടപ്പോൾ സഹാബത്ത് പരിഭ്രാന്തരായി. അങ്ങനെ സഹാബത്ത് പരതി നോക്കുമ്പോൾ ശത്രു അബൂ ആമിർ കുഴിച്ച ഒരു കുഴിയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ് കിടക്കുകയാണ്. യാഖ എന്ന് പറയുന്ന ഒരു ശത്രു പടച്ചട്ട എടുത്തിട്ട് മുത്തുനബിയുടെ തലക്കെട്ടടിക്കുകയാണ്. റസൂലുള്ളാഹിന്റെ പല്ല് അവിടുന്ന് പൊട്ടിയിട്ട് ഷഹീദാകുന്നു. റസൂലുള്ളാഹിന്റെ നെറ്റിത്തടത്തിലേക്ക് പല്ലിന്റെ ഇടയിലേക്ക് 2 ആണികൾ പടച്ചട്ടയുടെ തുടച്ച് കയറുകയാണ്. ക്ഷീണിച്ച് അവശനായ റസൂലുള്ളാഹിനെ എടുത്തിട്ട് സ്വഹാബത്ത് ഇതാ ഈ ഭാഗത്തേക്ക് വരുന്നു. ഇവിടെ വന്നിട്ട് ഈ മലയുടെ സൈഡിൽ റസൂലുള്ളാഹി തങ്ങൾ കൈവച്ചിട്ട് ഇങ്ങനെ ഇരുന്നു. അവിടെ ഒരു കൈവച്ച സ്ഥലം കുഴിഞ്ഞുപോയി. അതിനുശേഷം നബിയെ ഒളിപ്പിച്ചിരുത്തി. ഇവര് അത് കാണാനാണ് ഇരിക്കുന്നത്. ഇവിടെ കണ്ട ഈ പെണ്ണ് നിൽക്കുന്നിടത്തണ്ട, ഈ പെണ്ണും ആണ് നിൽക്കുന്നതിൻ്റെ ഇടയിൽ ഒരു വെള്ള റൗണ്ട് കണ്ട, അവിടെ നല്ല വാസനയുണ്ട്. അവിടെ കയറുമ്പോൾ ചെരുപ്പ് താഴെ അയച്ചു വെച്ചിട്ട് കയറണം. അങ്ങനെ ഇവിടെ ഇരിക്കുന്ന സമയത്തും ശത്രുക്കൾ ഇങ്ങനെ വരുന്നുണ്ട്. യുദ്ധം കഴിഞ്ഞതിന് ശേഷം നബിയും സഹാബത്തും ളുഹറും അസറും ജമ്മായി നിസ്കരിച്ച ഒരു പള്ളിയാണിത്, മസ്ജിദുൽ ഫസഹ്. ഇതിപ്പോൾ 2-3 ദിവസം മുമ്പ് തുറന്നതാണ്. ചെറിയ പള്ളിയായിരുന്നു. ഇപ്പോൾ റസൂലുള്ള എല്ലാവരോടും അടുത്തടുത്ത് നിൽക്കാൻ വേണ്ടി പറഞ്ഞു. വൈദാ ഖീല ലക്കും തഫസ്സഹു ഫിൽ മജാലിസി ഫഫ്സഹു യഫ്സഹില്ലാഹു ലക്കും എന്ന ആയത്തിറങ്ങുന്നത് ഇവിടെയാണ്. അങ്ങനെ അവിടെ ഇരിക്കുന്ന സമയത്തും ശത്രുക്കൾ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ ശത്രു വരുന്ന സമയത്ത് സഹാബത്ത് റസൂലുള്ളാഹിനോട് പറഞ്ഞു, നബിയെ ഇവിടെ നമ്മൾ സുരക്ഷിതമല്ല കേട്ടോ, ഇവിടുന്ന് നമ്മൾ പോകണം. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തോളിലേറ്റിയിട്ട് ത്വൽഹ റളിയല്ലാഹു അൻഹു ഈ മലയുടെ മുകളിലോട്ട് വരികയാണ്. ഇവിടെ നല്ല വലിയൊരു പാറയാണ്, വലിയൊരു മലയാണ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമാണ് ഈ മല കാണിച്ചു കൊടുക്കുന്നത്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഈ മല, അവിടെ ഒരു സിമന്റ് ഇട്ട അടയാളം കണ്ടില്ലേ? അങ്ങനെ തന്നെ പിളർന്നു വരികയും അവിടെ ഒരു കല്ല് കൊണ്ടുള്ള ഒരു കസേര ഉണ്ടാവുകയും ചെയ്തു. സൂറുള്ള വിരലോട് അങ്ങനെ അവിടെ കൊണ്ട് ഇരുത്തിയപ്പം പറഞ്ഞു, ഔജബ തൽഹ, തൽഹാക്ക് സ്വർഗം നിർബന്ധമായിരിക്കുന്നു. ഈ മലയുടെ കുറച്ചും കൂടെ ഉൾഭാഗത്ത് വെള്ളത്തിന്റെ ഒരു തടാകമുണ്ട്. അവിടെ നിന്ന് അലിയാര് തങ്ങൾ വെള്ളം എടുത്തിട്ട് വന്നു റസൂലുള്ളാഹിക്ക് കുടിക്കാൻ വേണ്ടി കൊടുക്കാൻ. നോക്കുമ്പോൾ ആ വെള്ളത്തിന് എന്തോ രുചി വ്യത്യാസം കാരണം റസൂലുള്ളാഹി തങ്ങൾ കുടിക്കുന്നില്ല. അങ്ങനെ ഫാത്തിമ റളിയല്ലാഹു അൻഹ ആ വെള്ളം വാങ്ങി റസൂലുള്ളാഹിന്റെ മുറിവുകളൊക്കെ കഴുകി കൊടുത്ത സ്ഥലം കൂടിയാണ് ഈ സ്ഥലം. കയറാൻ പറ്റും, വളരെ ശ്രദ്ധിച്ച് കയറിയാൽ. അവിടെ കണ്ടാ പോലെ ഇത് ഇവിടുത്തെ സാധുക്കളാണ്, പാവപ്പെട്ടവരാണ്. തങ്ങൾക്ക് സംരക്ഷണം കൊടുത്ത ഉഹുദിലെ ഒരു മലയും ആ മലക്കിടയിലെ മല പിളർത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കസേര പോലെ ഒരു ഇരിപ്പിടം സംവിധാനിച്ച ഒരു മലയുടെ തായ്വരയിലും അന്നേ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ളുഹറും അസറും ജമ്മും കസറുമാക്കി നിസ്കരിച്ച സ്ഥലത്ത് നിസ്കരിക്കാനും മസ്ജിദുൽ ഫസഹ് എന്നാണ് ഈ പള്ളിയുടെ പേര്. ഇൻഷാ അല്ലാഹ് ഇവിടെ നിന്ന് 2 റക്അത്ത് നിസ്കരിച്ച് ഞങ്ങൾ മറ്റു സ്ഥലത്തേക്ക്
മസ്ജിദ് ഫസ്ഹിൽ നമ്മുടെ ഹാജിമാർ നിസ്കരിക്കുക കേട്ടോ. എന്തായാലും സിയാറത്തിൽ വരുമ്പോൾ 25-30 റിയാൽ ചിലവാക്കിയാൽ ഈ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാൻ നമുക്ക് കഴിയും. ഇനി പോരാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഇതിനുള്ള ഒരു സംഖ്യ കൂടെ നമ്മൾ കരുതുകയാണെങ്കിൽ മദീനയിലെ എല്ലാ സിയാറത്ത് കേന്ദ്രങ്ങളും നമുക്ക് എത്തിച്ചേരാൻ നമുക്ക് സാധിക്കും കേട്ടോ. നല്ല വാസന മാഷിയാ ഭായ് മാഷിന്റെ മാഷി അയ്യോ മാഷേ സുഗന്ധം ആസ്വദിച്ചിട്ട് വരണം. അല്ലാഹ് അള്ളാഹുവിന്റെ റസൂൽ രൂപ സാദൃശ്യമുള്ള സഹാബിയാണ് ആര്? മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു. ഈ മിസ്അബ് റളിയല്ലാഹു അൻഹു വധിച്ചപ്പോഴാണ് ശത്രുക്കൾ പറയാൻ തുടങ്ങിയത് അള്ളാഹുവിന്റെ റസൂലിനെ വധിച്ചു കളഞ്ഞിരിക്കുന്നു. അങ്ങനെ ഒരു ബാഡ് ന്യൂസ് പരക്കാൻ. അപ്പോഴാണ് സഹാബികൾ നെട്ടോട്ടോടി ഇനി ആരോടാണ് യുദ്ധം ചെയ്യേണ്ടത്? അള്ളാഹുവിന്റെ റസൂൽ ഇല്ലാതെ പിന്നെ ആരോട് യുദ്ധം ചെയ്യാം? അള്ളാഹുവിന്റെ റസൂൽ ആരോ എറിഞ്ഞ അമ്പ് അല്ലെങ്കിൽ കല്ല് അള്ളാഹുവിന്റെ റസൂലിന്റെ കവിളിൽ തറക്കുകയും അവിടെ നിന്ന് ഒരു പല്ല് ഷഹീദാവുകയും ചെയ്തു. മുത്തനബിയെ പ്രൊഡക്റ്റ് ചെയ്തിട്ടാണ് യുദ്ധം നടക്കുന്നത്. അബൂ ദുജാനെ പോലെ, ഉമ്മു അമ്മാറെ പോലെ, തൊൽഹയെ പോലെ റളിയല്ലാഹു പല്ല് പോയ അള്ളാഹിന്റെ പ്രവാചകൻ ആദ്യം ഈ ഭാഗത്താണ്. അവിടെ ആ പെണ്ണുങ്ങൾ നിൽക്കുന്നതാണ് നിങ്ങൾ. അവിടെ അള്ളാഹിന്റെ റസൂലിന്റെ കയ്യോ തല എന്തോന്ന് സ്പർശിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ വന്നിരിക്കുകയാണ്. ഇവിടെയും ശത്രുക്കൾ വരാൻ സാധ്യത ഉണ്ടെന്ന് കണ്ടപ്പോഴാണ് മഹാനായ ത്വൽഹ റളിയല്ലാഹു അൻഹു എടുത്തിട്ട് നേരെ പോയതാണ്. ആ സിമെന്റ് ഇട്ട് വാങ്ങണ്ടെങ്കിൽ അതിന്റെ ഉള്ളിലേക്കാണ് മഹാനായ ത്വൽഹ റളിയല്ലാഹു അൻഹു കൊണ്ടുപോയിരുന്നത്. 80-ലേറെ മുറിവുണ്ടായിരുന്നു മഹാനായ ത്വൽഹ റളിയല്ലാഹു അൻഹു. അവർക്ക് മുറിവെന്നൊരു പ്രശ്നമേ അല്ല. അവർക്ക് പ്രശ്നം മുഹമ്മദ് നബിയാണ്. അവിടെ എത്തിയപ്പോ തോളിങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, നബി അങ്ങ് കയറിക്കോളൂ നബി. കയറപ്പോഴാണ് പറഞ്ഞത് ത്വൽഹക്ക് നിർബന്ധമായി എന്ന് പറഞ്ഞു. ഏതാ നിങ്ങൾ കണ്ടിട്ടില്ല? നമ്മളിപ്പോ എവിടെ നിൽക്കണൊക്കെ അറിയാം. അതൊക്കെ ഉണ്ടാവും. റഹീമല്ലേ? എങ്ങനെയുണ്ട് കുഞ്ഞാട്ടി? ഒന്ന് പറയ്. റസൂലുള്ളാഹിന്റെ വാസന അടിച്ചു വീശി. അൽഹംദുലില്ലാ പറയ്. അൽഹംദുലില്ലാ. എങ്ങനെയുണ്ട് നമ്മളെ യാത്ര? സാറല്ലേ? സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും ഉഹദ് യുദ്ധം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ വിശ്രമിച്ച സ്ഥലത്ത് നിർമ്മിച്ച പള്ളിയാണ് ഈ മുമ്പിൽ വലതു ഭാഗത്ത് കാണുന്നത്. മസ്ജിദുൽ മുസ്തറാഹ്. ഉഹദ് യുദ്ധം കഴിഞ്ഞ് തിരിച്ചു പോയത് ഇതുവഴിയാണ്. ഇവിടെ വിശ്രമിച്ചു. ആ സ്ഥലത്ത് നിർമ്മിച്ച പള്ളിയാണ്. ഇസ്തിറാഹ വിശ്രമ കേന്ദ്രം നടത്താം കേട്ടോ. പള്ളി ഉഹദ് യുദ്ധത്തിലേക്ക് വരികയും പോവുകയും ചെയ്ത റോഡാണ്. അന്നിതുപോലെ റോഡോ സംവിധാനങ്ങളോ ഒന്നുമില്ല, ഇടവഴികൾ. അങ്ങനെ ഉഹദ് യുദ്ധത്തിന്റെ തലേ ദിവസം ഉഹദ് യുദ്ധത്തിന്റെ തലേ ദിവസം നബിയും സഹാബത്തും വന്ന് മഗ്രിബ്, ഇശാ, സുബ്ഹി എന്നീ 3 വക്തുകൾ നിസ്കരിച്ച പള്ളിയാണ് നമ്മുടെ ഈ വലത് ഭാഗത്ത് കാണുന്ന പള്ളി. മസ്ജിദു ഷൈഖൈനി എന്നാണ് ഈ പള്ളിയുടെ പേര്. 88-ൽ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ആണ് ഈ പള്ളി നിർമ്മിക്കുന്നത്. ഉഹദിന്റെ എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയത് ഇവിടെ വെച്ചിട്ടാണ്. ഇതിൽ 300 പേര് മുനാഫിഖീങ്ങളായിരുന്നു, കപട വിശ്വാസികൾ. അവര് സഹാബത്തിന്റെ ഇടയിൽ അനൈക്യമുണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ റസൂലുള്ളാഹി അവരെ ഇവിടുന്ന് തിരിച്ചയച്ചു. അവര് മടങ്ങിപ്പോയ സ്ഥലമാണ് ഈ സ്ഥലം. കുട്ടികളാകുന്ന സഹാബത്തിനെയൊക്കെ തിരിച്ചയക്കുകയും റാഫി റളിയല്ലാഹു അൻഹു, സമ്രത്ത് റളിയല്ലാഹു അൻഹു അവർ തമ്മിലൊരു മൽപ്പിടുത്തമൊക്കെ നടത്തുകയും ചെയ്ത സ്ഥലമാണ് ഈ സ്ഥലം. ഉഹദ് യുദ്ധത്തിന് പോകുമ്പോൾ
നിസ്കരിച്ച സ്ഥലം, മറ്റേത് ഉഹദ് യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ വിശ്രമിച്ച സ്ഥലം. ഷെയ്ഖൈനി എന്നാണ് ഈ പള്ളിയുടെ പേര്, മസ്ജിദു ഷെയ്ഖൈനി. ഷെയ്ഖൈനി എന്ന് പറഞ്ഞാൽ 2 പ്രായം ചെന്നവരുടെ പള്ളി എന്നാണ്. അഥവാ 2 ജൂതന്മാരായ പ്രായം ചെന്നവരുടെ വീടായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പം അവർ ഇസ്ലാമിലേക്ക് വന്നു, ആ സ്ഥലത്ത് പള്ളി നിർമ്മിച്ചു. അപ്പോൾ അവരുടെ ഓർമ്മയ്ക്ക് ഷെയ്ഖൈനി എന്ന പേര് കൊടുത്തു. വേറെ ഒരു പള്ളി മസ്ജിദ് ദിറഇ എന്നും ഇതിന് പേരുണ്ട്, അഥവാ പടയങ്കി പള്ളി എന്നും ഈ പള്ളിക്ക് പേരുണ്ട്. പടയങ്കി ധരിച്ചിട്ടായിരുന്നു നബിയും സഹാബത്തും ഇവിടെ വന്നിരുന്നത്. നിർമ്മിച്ച പള്ളിയാണത്. കുറേ സമയം സുജൂദിൽ കടന്നു. സഹാബത്തൊക്കെ പേടിച്ചു പോയി, റസൂലുള്ളാഹി തങ്ങൾ സുജൂദിൽ വഫാത്തായി പോയോ. അങ്ങനെ എണീറ്റ് സഹാബത്തിന്റെ നേരെ ഇരുന്നിട്ട് പറഞ്ഞു, സലാത്ത് സംബന്ധിച്ച വിവരം ലഭിച്ചിട്ടുണ്ട്. മൻ സല്ല അലയ്യ വാഹിദൻ സല്ലല്ലാഹു അലൈഹി ബിഹാ 10 മറ. ഒരാൾ ഒരു സലാത്ത് ചൊല്ലിയാൽ 10 സലാത്ത് ചൊല്ലിയ കൂലി കിട്ടുമെന്ന് പഠിപ്പിച്ചത് അവിടുന്നാണ്. അതുകൊണ്ട് ആ പള്ളിക്ക് മസ്ജിദു സലാത്ത് എന്ന് പറയും. കുറേ സമയം സുജൂദിൽ കടന്നതുകൊണ്ട് മസ്ജിദു സജദ എന്ന് പറയും. പിന്നെ ശുക്രിന്റെ സുജൂദാണ് ചെയ്തതെന്ന് ഒരു വിഭാഗം പണ്ഡിതന്മാരുടെ അഭിപ്രായം. അതുകൊണ്ട് മസ്ജിദു ശുക്രി എന്നും പറയും. നേരത്തെ നിങ്ങൾ കയറിയ മലയുടെ ഫ്രണ്ട് ഭാഗമാണിത്, ജബലുസ്സലാം. ഇവിടെ ഒരു ഹോട്ടൽ നോക്കി നിങ്ങൾ. ഈ ഹോട്ടലിന്റെ പേര് ഫുന്ദുഖ് വഖഫ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു എന്നാണ്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ തോട്ടം ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു അത്. അവര് ലോക മുസ്ലിമീങ്ങൾക്ക് വേണ്ടി വഖഫ് ചെയ്തതാണ്. ഇതാണ് ജബലുസ്സിലഇ എന്ന് പറയുന്ന മല. ഒരുപാട് സ്വഹാബത്തിന്റെ വീടുകൾ ഈ മലയുടെ മുകളിലും മലയുടെ പരിസരത്തും. മാറ്റങ്ങൾ 3 സ്വഹാബികളോട് 50 ദിവസം മിണ്ടാതെ നിന്ന ദീർഘമായ ഒരു ചരിത്രമുണ്ട്. അങ്ങനെ 50ാമത്തെ ദിവസം അവരുടെ തൗബ സ്വീകരിച്ചപ്പം ഈ മലയുടെ മുകളിൽ വന്നിട്ടാണ് വിളിച്ചു പറഞ്ഞത്. ഇവിടെ ഒരു ആർച്ചിന്റെ അടയാളം കണ്ട. റസൂലുള്ളാഹി തങ്ങളെ അസറിന് ശേഷം ഒഴിവുള്ള സമയത്ത് വന്നിരിക്കുന്ന സ്ഥലമായിരുന്നു അത്. മഖ്അദുർ റസൂൽ എന്നാണ് പറയുക. ബൈബിളിലൊക്കെ അന്ത്യപ്രവാചകൻ ഹിജ്റ വന്നാൽ ഈ മലയിൽ വരുമെന്നുണ്ടായിരുന്നു, ജബലുസ്സിലഇൽ വരുമെന്ന്. അപ്പം അന്നത്തെ ക്രിസ്ത്യാനികളൊക്കെ റസൂലുള്ളാഹി തങ്ങൾ വന്നോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ഈ മലയിൽ വന്ന് നോക്കാറുണ്ടായിരുന്നു. പരിശുദ്ധമായ മദീനയിൽ കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും നടന്നു പോയ വഴികളിൽ നമ്മൾ വാഹനത്തിൽ യാത്ര ചെയ്തിട്ടാണ് ഈ ചരിത്ര സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടുള്ളത്. അപ്പം നമ്മുടെ ഈ യാത്ര കൊണ്ടുള്ള ലക്ഷ്യം പരിശുദ്ധമായ മദീനയോട്, മുത്തുനബിയോട് സ്നേഹം വർദ്ധിക്കുക എന്നതാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഖിബില, നമ്മുടെ ഇബാദത്തിൻ്റെ ഖിബില അത് പരിശുദ്ധമായ കഅബ ശരീഫ് ആണെങ്കിൽ, നമ്മുടെ ജീവിതത്തിൻ്റെ ഖിബില അത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. മഹബത്ത് വളരെ പ്രധാനമാണ്. പരിശുദ്ധമായ മദീന മുനവ്വറയിൽ നിങ്ങളുള്ളത്, ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ, ഏറ്റവും ശിഫയുള്ള ഒരു മണ്ണുള്ള നാട്ടിലാണ് നിങ്ങളുള്ളത്. ഇവിടുത്തെ മണ്ണും കാറ്റും വെയിലും ചൂടും തണുപ്പും എല്ലാം നിങ്ങൾക്ക് ഖൈറാണ് എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു. ഒരു ദിവസം നബിയും സഹാബത്തും റോഡ് സൈഡിൽ നിൽക്കുമ്പോൾ നല്ല പൊടിക്കാറ്റടിച്ചു. അപ്പോൾ സഹാബത്തൊക്കെ അവരുടെ കയ്യിലുണ്ടായിരുന്ന ഷാളൊക്കെ ഉപയോഗിച്ച് മുഖമൊക്കെ ഇങ്ങനെ പൊത്തി. അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, സഹാബ, ഈ മണ്ണുണ്ടല്ലോ, ഇത് ഏറ്റവും അഫ്ദലായ, ഏറ്റവും ശിഫയുള്ള മണ്ണാണ് എന്ന് പറഞ്ഞപ്പോൾ അവരവരുടെ കെട്ടൊക്കെ അയച്ചു എന്നാണ്. അപ്പം അത്രയ്ക്ക് ശ്രേഷ്ഠമായ ഒരു മണ്ണിലാണ് നമ്മളുള്ളത്.
റസൂലുള്ളാഹിക്ക് സ്വലാത്ത് ചെല്ലുന്ന ഒരാൾ മദീനയിലേക്ക് വരുമ്പോൾ മലക്കുകൾ വന്നിട്ട് റസൂലുള്ളാഹിനോട് പറയും, അത്ര നബിയെ, ഇന്നലെ വരെ അയാൾ ചൊല്ലിയ സ്വലാത്ത് ഞങ്ങളാണ് ഇവിടെ എത്തിച്ചു തന്നത്, ഇന്നതാ അദ്ദേഹം നേരിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറയുമത്രേ, അവരുടെ ദുആയിന് മുഴുവനും നിങ്ങൾ ആമീൻ പറയണമെന്ന്. അപ്പോൾ റസൂലുള്ള അങ്ങനെയാണ് സ്വലാത്ത് ചൊല്ലുന്നവരെ സ്വീകരിക്കുന്നത്. ആ സ്വീകരിക്കുന്നവരിൽ നമ്മളെ എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഇനിയും ഒരുപാട് പ്രാവശ്യം ഈ മണ്ണിൽ വരാനും ഒരുമിച്ച് കൂടാനും അള്ളാഹു തൗഫീഖ് നൽകി പൂർണ്ണമായ ആരോഗ്യവും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു അവരുടെ ഈ സംവിധാനം വിജയിപ്പിച്ചു കൊടുക്കട്ടെ. നമ്മളെ എല്ലാവരെയും അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ആമീൻ. എല്ലാവരും ദുആ ചെയ്യണമെന്ന് വസിയ്യത്ത് ചെയ്യുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.